നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. KFB യൂത്ത് ഫോറം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി യുവതി യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ എല്ലാ രീതിയിലുമുള്ള ഉന്നമനവും അതിൻ്റെ ഇടപെടലും കാഴ്ച പരിമിതരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് ഫോറത്തിന്റെ ടെക്നോളജി സീരീസ് ആയിട്ടുള്ള ഹെൻക വെബിനാർ സീരീസിലെ 6ാമത്തെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നതിനായി യൂത്ത് ഫോറത്തിന്റെ കരുത്തയായ ജോയിന്റ് സെക്രട്ടറി കുമാരി ഡോണ സാജിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ കാഴ്ച പരിമിതരായ യുവജനങ്ങളുടെ ഇടയിൽ ഏറെ പ്രശംസനീയമായ, വളരെ കമന്റബിൾ ആയ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു സംഘടനാ വിഭാഗമാണ് KFB യൂത്ത് ഫോറം. അത്തരത്തില് യൂത്ത് ഫോറത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഹെൻക എന്ന ബാനറിൽ നമ്മൾ നടത്തി വരുന്നത്. നമുക്കറിയാം, വിഷ്വലി ഇമ്പയർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുള്ള ഇൻക്ലൂഷനും ഇക്വാലിറ്റിയും ഒക്കെ ഏറെക്കുറെ പോസിബിൾ ആവുന്നത് അസിസ്റ്റീവ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസിസ്റ്റീവ് ടെക്നോളജിയിൽ വിഷ്വലി ഇമ്പയർഡിനെ അസിസ്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടത്തി വരുന്ന ഹെൻകയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ആമുഖ പ്രഭാഷകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന KFB കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ സതീശൻ ബേബിഞ്ചൻ, അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്. സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ റിസോഴ്സ് പേഴ്സണായി നമ്മുടെ ഇടയിൽ തന്നെ ഒരാളായ, നമുക്കൊക്കെ സുപരിചിതനായ സിയാദ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് നയിക്കുന്നത്. അദ്ദേഹം ഒരു PG വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് KFB യൂത്ത് ഫോറത്തിന്റെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് പാർട്ടിസിപ്പൻസ് ആയ നിങ്ങൾ ഓരോരുത്തരെയാണ്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മളുടെ ഓരോ പ്രോഗ്രാമിന്റെയും വിജയവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പരിപാടിയുടെ റെലവൻസ് മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ആയ എല്ലാവരെയും യൂത്ത് ഫോറത്തിന്റെ പേരിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സ്വാഗതം ആശംസിക്കാനുള്ളത് KFB യൂത്ത് ഫോറം ഭാരവാഹികളെയാണ്. അധ്യക്ഷൻ വിനോദ് മാഷ്, സെക്രട്ടറി രാജേഷേട്ടൻ, പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഉപാധ്യക്ഷൻ അലീക്ക, അതുപോലെ നമുക്ക് ഇന്ന് കൃതജ്ഞത അർപ്പിക്കുന്ന സുജിത്തേട്ടൻ, അതുപോലെ തുടങ്ങി KFB യൂത്ത് ഫോറത്തിന്റെ മറ്റ് 10 കമ്മിറ്റി അംഗങ്ങളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം KFBയുടെ മറ്റ് ജില്ലാ, താലൂക്ക് ഫോറം ഭാരവാഹികളെയും ഈ ഒരു പരിപാടിയിലേക്ക് ഒറ്റവാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ജോയിനിങ് us tonight. താങ്ക് യു. താങ്ക് യു ഡോണ. വളരെ സന്തോഷം. നമുക്ക് സംഘടനയെ കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് KFBയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനും ഹൈസ്കൂൾ അധ്യാപകനൊക്കെ ആയിട്ടുള്ള സതീശൻ മാഷാണ്. സതീശൻ മാഷെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട KFB യൂത്ത് ഫോറം സംസ്ഥാന പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമായ വിനോദ് വി അവറുകളെ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി രാജേഷ് അവറുകളെ, യൂത്ത് ഫോറത്തിൻ്റെ മറ്റു സംസ്ഥാന ഭാരവാഹികളെ, ഇന്നിവിടെ ഹെൻകയുടെ ക്ലാസ് നയിക്കുന്ന സിയാദ് തുടങ്ങി ഈ വെബിനാർ സീരീസിൽ പങ്കെടുക്കുന്ന മുഴുവൻ കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ എൻ്റെ നമസ്കാരം. സത്യത്തിൽ ഒരു ആമുഖ പ്രഭാഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ സമയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇടയിൽപ്പെട്ട KFBയെ കുറിച്ച് വളരെ ഭംഗിപൂർവം ഒക്കെ അറിയുന്ന നമ്മളിൽ ചിലർ മാത്രമാണ് ഇവിടെ ഉള്ളത്. എങ്കിലും ആദ്യമായി ഇത്തരത്തിൽ ഒരു അവസരം തന്നിട്ടുള്ള യൂത്ത് ഫോറത്തിന് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കാഴ്ചയില്ലാത്തവരെ
നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിലും അവതരിപ്പിക്കാനും അതിനുള്ള പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം നമ്മുടെ പൂർവികന്മാർ ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ 67 രൂപീകൃതമായിട്ടുള്ള സംഘടനയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന വെല്ലുവിളികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇന്ന് നിങ്ങളും ഞാനും ഒക്കെ വളരെ നല്ല രീതിയിൽ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെ ഉൾപ്പെടെയുള്ള സമൂഹ മധ്യത്തിൽ നമുക്ക് നല്ല ഒരു മാന്യതയോടെ ജീവിക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ സംഘടനയുടെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ സംഘടന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പോൾ ഓഡിയോ ലൈബ്രറി ആയാലും അതുപോലെ ബ്രെയിൽ ലൈബ്രറി തുടങ്ങി ഒരുപാട് മേഖലകളിൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഇടപെടുകയും അതൊക്കെ നമുക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുന്നതിൽ സംഘടന വിജയിച്ചു എന്ന് വേണം പറയാൻ. സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കാഴ്ച ഇല്ലാത്തവരെ സംബന്ധിച്ച് സമൂഹത്തിന് അവബോധം നൽകുന്നതിൽ സംഘടന വിജയിച്ചിട്ടുണ്ട്. ഒപ്പം കാഴ്ചയില്ലാത്തവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ ആളുകളും നേരിടുന്ന പ്രശ്നങ്ങൾ അതേ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ അതിന് കണ്ട പരിഹാരം മനസ്സിലാക്കിക്കൊണ്ട് കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തു തന്നുകൊണ്ട് സംഘടന വളരെ കരുത്ത് കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലും പോരാട്ടങ്ങളിലും ഒക്കെ തന്നെ സംഘടന കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മറ്റു വികലാംഗ സംഘടനകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള സംഘടനാ സംവിധാനവും അടിസ്ഥാന സൗകര്യവും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമായി ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന് 14 ജില്ലകളിലും നമ്മൾ പറയും പോലെ യൂണിറ്റുകളുണ്ട്. ഈ 14 ജില്ലകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറുകയാണ്. ഇപ്പം നമ്മൾ ബ്രെയിൽ പ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനം വഴി സർക്കാരിനെ അങ്ങോട്ടേക്ക് സഹായിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. സർക്കാരിൻ്റെ ബ്രെയിൽ പ്രസ്സിൽ പുസ്തകങ്ങൾ അച്ചടിച്ചാൽ എത്രത്തോളം കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് പ്രാപ്യമാവും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ബ്രെയിൽ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അടിച്ചുകൊണ്ട് സർക്കാരിനെ കൂടി സഹായിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ നിരവധി വിങ്സ് ഉണ്ട്, ഫോറങ്ങളുണ്ട്. അതിലേറ്റവും കരുത്ത് കാട്ടിയ ഫോറം തന്നെയാണ് യൂത്ത് ഫോറം എന്നുള്ളത്. നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മികച്ച ഒരു പ്രസ്ഥാനമായി സംഘടനയ്ക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്വക്കസി കാര്യത്തിലൊക്കെ സംഘടന യൂത്ത് ഫോറം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഈ ഒരു ജോലി സംഭരണം എന്നുള്ളത് അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതിനെ എതിരായി നിരവധിയായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ പോയപ്പോൾ അതിനെ ഒക്കെ സുപ്രീം കോടതിയിൽ വരെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള അംഗങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ തക്കവണ്ണം ജോലി നേടിക്കൊടുക്കുന്നതിൽ കാഴ്ചയില്ലാത്തവർ അവരുടെ ഈ സംഘടന ഏറെ മുന്നിലാണ്. പഴയ കാലത്തെ ചെണ്ടമുട്ടിയും പാട്ടുപാടിയും ജീവിക്കുന്ന കാലത്തിൽ നിന്നും ഇന്ന് കാഴ്ചയില്ലാത്തവർ സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ചുരുക്കിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഈ പണം കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സമൂഹത്തിൽ ഒരു മനുഷ്യൻ കാലാനുസൃതമായി ആവശ്യപ്പെടുന്ന എന്താണോ അത് കൃത്യമായും അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ യൂത്ത് ഫോറം സദാ ജാഗ്രത കാണിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നവരോടുള്ള എൻ്റെ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുന്നതോടൊപ്പം തന്നെ യൂത്ത് ഫോറം കമ്മിറ്റിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എൻ്റെ ജില്ലക്കാരിയായിട്ടുള്ള കാവ്യ ഉൾപ്പെടെ
എൻ്റെ നിരവധി സുഹൃത്തുക്കളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യം എന്നത്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. വളരെ സന്തോഷം അങ്ങയുടെ ഈ വിലപ്പെട്ട സമയത്തിനും നല്ല വാക്കുകൾക്കും. നമ്മളിനി നേരെ നമ്മുടെ വിഷയാവതരണത്തിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് കാഴ്ചപരിമിതർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. വിവിധങ്ങളായ ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് പതുക്കെ മാറി അത് പൂർണ്ണാർത്ഥത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ കാഴ്ച പരിമിതർക്ക് അത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ സിവിൽ സ്കോർ ഉൾപ്പെടെ ഇന്ന് ഇത്തരം ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്നതിന് വേണ്ടി കൊച്ചുമിടുക്കനായിട്ടുള്ള സിയാദസ്, ആലപ്പുഴക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള സിയാദസ് ആണ്. സിയാദസിനെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ സദസ്സിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. സംസാരിക്കുമ്പോ എക്കോ വരുന്നുണ്ടേ? ഇല്ല, എക്കോ ഇല്ല, ഇവിടെയൊന്നുമില്ല. അലീക്ക ഓഡിബിൾ ആണോ? ഹലോ. ഇല്ലല്ലോ. അതെ. Am I audible? Yes. Okay, you can start. Okay. First of all, good evening all. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ തന്നെ അലീക്ക പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുറിഞ്ഞു പോകുന്നുണ്ട്. സിയാദ് സാറേ ഒരു മിനിറ്റ്. നമ്മുടെ അംഗങ്ങളോട് ഒരു കാര്യം, ഇവിടെ വളരെ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്യുന്നത് കാഴ്ച പരിമിതരായിട്ട് ഹലോ, am I audible now? യെസ്. സിയാദെ കണ്ടിന്യൂ ചെയ്തോളൂ. ബാക്കിയുള്ളവർ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ബാക്കിയുള്ളവർ ഒരു സംസാരിക്കരുത്. അദ്ദേഹം സെഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. സിയാദെ കണ്ടിന്യൂ. ഓക്കെ, കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ യൂഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണി ട്രാൻസാക്ഷൻ. അത് നമ്മുടെ ലൈഫിൽ മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഓടിയെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഓരോ ടെക്നോളജിയിൽ നമുക്കറിയാം അസിസ്റ്റീവ് ടെക്നോളജി ആണ് നമ്മുടെ ഈ പുരോഗതിക്കെല്ലാം കാരണം. അതിലെ തന്നെ ഏറ്റവും ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയി വന്നത് സ്മാർട്ട് ഫോണുകളുടെ കടന്നുവരവാണ്. അത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള നമുക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഈ പറയുന്ന സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് സമൂഹം വിലയിരുത്തുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും നമ്മളും അപ് ടു ഡേറ്റ് ആയെങ്കിൽ മാത്രമേ 21st സെഞ്ചുറിയിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ ജീവിക്കുന്ന നമുക്ക് അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുകളിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ ഈ സമൂഹത്തിൽ. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിൽ നമുക്ക് എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആശങ്കയും ഇല്ലാതെ ഇപ്പൊ പണ്ടത്തെ നല്ല ഒരു 3-4 വർഷം മുമ്പ് വരെ പലർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറൻസി നോട്ട്സ് കൊടുക്കുന്ന സമയത്ത് ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായ ചില മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇത്തരം ആശങ്കകളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മണി ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്
ഒരുപാട് ആപ്സ് ഉണ്ട്. UPI ബേസ്ഡ് ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൽ വളരെ ചുരുങ്ങിയ ചില ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും ഉപയോഗിക്കാറുള്ളത്. ഹലോ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഹലോ. ഓക്കെ, വളരെ ചുരുങ്ങിയ ചില ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കൂട്ടത്തിൽ പലരും ഉപയോഗിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ മൊബൈൽ റീചാർജ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ജസ്റ്റ് എന്താണ് പൈസ അയച്ചു കൊടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ചില ഫീച്ചേഴ്സ്. ഇപ്പോൾ പലർക്കും ഈ പറയുന്ന UPI ആപ്പ് എന്താണെന്ന് പോലും അറിയാത്തവരും ഉണ്ടാവാം. UPI ആപ്പുകൾ എന്താണ്, UPI എന്താണെന്നൊക്കെ. എങ്കിലും നമ്മളൊരു കോമൺ ആയിട്ടൊരു ഒരു പർട്ടിക്കുലർ ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചില ഫീച്ചേഴ്സ് ഉപയോഗിക്കും. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നു, അവിടെ നമുക്ക് LPG ഗ്യാസ് ബുക്ക് ചെയ്യണം, അതിന് നമുക്ക് പേ ചെയ്യണം. കാർഡ് സ്വൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. ഇനി അതല്ലെങ്കിൽ KSEBയുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, അല്ലെങ്കിൽ DTH ആൻഡ് കേബിൾ TV, ബ്രോഡ്ബാൻഡ്, ഇതിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്യണം, ബസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ IRCTC വഴി ട്രെയിൻ ബുക്ക് ചെയ്യണം. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എല്ലാം ഒരൊറ്റ അംബ്രല്ലയുടെ അണ്ടറിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതൊക്കെയാണ് നമ്മൾ അറിയാത്ത ചില ഫീച്ചേഴ്സ്. ഇനി സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം. എന്താണ് സിബിൽ സ്കോർ എന്നൊക്കെ അതിനെക്കുറിച്ച് അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പറയാൻ പോയാൽ നമുക്ക് ആ സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം? അതുപോലെ തന്നെ എങ്ങനെ ഇപ്പൊ QR കോഡ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. QR കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പേ ചെയ്യാം എന്നുള്ളത്. സാധാരണ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ടൈപ്പ് ചെയ്യുക, UPI ID ടൈപ്പ് ചെയ്ത് പേ ചെയ്തൊക്കെ വരുമ്പോഴേക്കും 10-15 മിനിറ്റ് എടുക്കും. ആസ് എ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ QR കോഡ് എങ്ങനെ പേ ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെ സ്കാൻ ചെയ്ത് പേ ചെയ്യാം എന്നൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഈ മണി ട്രാൻസാക്ഷൻ ഫീൽഡിൽ എന്താണ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, ഈ രണ്ട് ആപ്ലിക്കേഷനുകളുടെ ചില ഫീച്ചേഴ്സാണ്. ഫ്രം ബേസിക്സ് ടു ഇന്റർമീഡിയറ്റ് ലെവൽ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറ്റുന്നിടത്തോളം ഇത് കവർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം, വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. എനിവേ, ആദ്യം നമുക്ക് ഗൂഗിൾ പേ ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ ഗൂഗിൾ പേ. അപ്പോൾ ഗൂഗിൾ പേയിൽ ചില ഫീച്ചേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ QR കോഡ് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു QR കോഡ് ഷെയർ ചെയ്ത് തന്നാൽ അത് വെച്ച് എങ്ങനെ നമുക്ക് പേ ചെയ്യാൻ പറ്റും വിത്തൗട്ട് സ്കാനിങ്, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് എങ്ങനെ പേ ചെയ്യാം. ഇനി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി, നമ്മൾ കുറച്ച് പേര് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, ഒരു 10 പേര് ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചു. ഒരാളാണ് ബില്ല് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 10 പേരുടെ ബില്ല് ഒരൊറ്റ ഗ്രൂപ്പിലായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആരാണോ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം എങ്ങനെ അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഇത്തരം ചില കാര്യങ്ങളാണ്. അതുപോലെ സിബിൽ സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യണം, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ എന്താണ് ക്യാഷ് മാനേജ് ചെയ്യാന്നുള്ള ഒരു സാധനം കൂടി ഉണ്ട്. നമ്മൾ മണി ട്രാൻസാക്ഷൻ മാത്രം പഠിച്ചാൽ പോരാ, പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിൽ ക്രെഡിറ്റ് പ്ലസും കൂടെ വേണമല്ലോ. അപ്പോൾ അത് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, നമ്മൾ എന്തിനൊക്കെ ചെലവഴിച്ചു, ഒരു മാസം എത്രത്തോളം പൈസ ചെലവഴിച്ചു, മൈനസ് ആണോ പ്ലസ് ആണോ ഈ മാസം, ഇനി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇത്തരം ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില ഓഫേഴ്സ്, റിവാർഡ്സ് എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ റിവാർഡ്സ് ഏൺ ചെയ്യാം, ഇത്തരം കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതുപോലെ ചില എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്, KSEBയുടെ ബിൽ പേയ്മെന്റ്, അതുപോലെ എന്താണ് LPG എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, തുടങ്ങിയിട്ടുള്ള നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടി ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, 7:50:16 Instagram. എൻ്റെ സ്ക്രീൻ റീഡർ വോയിസ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിൾ പേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഫോൺ പേ നോക്കാം കേട്ടോ. എനിവേ ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. Pay. Apple Pay. Businesses. ഓക്കെ, ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ നിലയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കവർ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ മൊബൈൽ റീചാർജും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കേട്ടോ. ആദ്യം നമുക്ക് ഗൂഗിൾ പേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ QR കോഡാണ്. അപ്പോൾ ഈ QR കോഡിൽ തന്നെ തുടങ്ങാം. QR കോഡ് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പെട്ടെന്ന് തിരക്ക് പിടിച്ചൊരു സമയത്ത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് QR കോഡ്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇതിനായിട്ട് സോറി Businesses. 7% store live now. Get 7%. Scan any QR code button. അതായത് മുകളിലായിട്ട് സ്കാൻ എനി QR കോഡ് ബട്ടൺ എന്ന ഒരു ബട്ടൺ കാണാം. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ ഓരോരുത്തരുടെയും പ്രൊഫൈലിന് അവിടുന്ന് ജസ്റ്റ് താഴേക്കൊന്ന് വരുന്ന സമയത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് സ്കാൻ എനി QR കോഡ് ബട്ടൺ കാണാം. ഈ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ക്യാമറ ആക്റ്റീവ് ആവും. പെർമിഷൻ കൊടുത്തിരിക്കണം. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും. സോ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ സ്റ്റാർട്ട് ആവും. ക്യാമറ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ QR കോഡ് ഉള്ളത് നേരെ ചെമ്മ ആ ക്യാമറയുടെ QR കോഡിന്റെ നേരെ ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ആർക്കാണോ നമുക്ക് പേ ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ പേഴ്സന്റെ ചാറ്റ് അവിടെ സ്കാനായി വരും. ഇതാണ് നമ്മൾ UPI ID ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് പേ ചെയ്യുന്നതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. Close button. ഓക്കെ, ഞാനിവിടെ QR കോഡ് സ്കാനർ ഓപ്പൺ ചെയ്തു. Turn on the flashlight button. കണ്ടോ, ഇവിടെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ നൈറ്റ് സമയത്തൊക്കെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് സ്കാൻ ചെയ്യാം. Show your QR code button. നമ്മുടെ തന്നെ QR കോഡ് അത് അതിന്റെ സ്പീഡ് ഒന്ന് കുറച്ചോളൂ എന്നാ ബാക്കിയൊക്കെ മനസ്സിലാക്കാനേ. ഒരു മിനിറ്റ്. Show your QR code button. അലിക്ക് ഈ സ്പീഡ് മതിയാവോ? അത് മതിയല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്കാനർ ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യണം. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഡാർക്ക് എൻവയോൺമെന്റ് ആണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് QR കോഡ് സ്കാൻ ചെയ്യാം. ഇനി അതിന് തൊട്ടടുത്തുള്ള ബട്ടൺ ഷോ യുവർ QR കോഡ്, അതായത് നമ്മുടെ തന്നെ QR കോഡ് മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ QR കോഡ് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ ബട്ടൺ, ഷോ യുവർ QR കോഡ് ബട്ടൺ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ചില ഷോപ്പുകളിലെങ്കിലും മൾട്ടിപ്പിൾ പേയ്മെന്റ് ഓപ്ഷൻസ് വരാറുണ്ട്. അതായത് ഒരേ ഷോപ്പിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പേയ്മെന്റ് വരാറുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ കാറ്റഗറി ഏതാണോ അത് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയും ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു QR കോഡ് ഇല്ല ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു QR കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഡെമോ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് ഈ QR കോഡ് സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഫ്ലാഷ് ലൈറ്റ്
സ്കാനിങ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡിന്റെ നേരെ ക്യാമറ കാണിച്ചു കൊടുത്താൽ മതി. Show your QR. ജിപേ ഓക്കെ, അത് ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റും നമ്മുടെ മറ്റ് UPI ID ഉൾപ്പെടുന്ന ഒരു QR കോഡ് മറ്റുള്ളവർക്ക് കാണാം. ഇതെന്തിനാണ്? ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് പണം തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് ഒരു QR കോഡ് പോലെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫോണിന്റെ സ്ക്രീനിന് നേരെ ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പേ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇപ്പോ ഫോർ എക്സാമ്പിൾ Screen locked. എനിക്കൊരാൾ പണം തരാനുണ്ട്, 1000 രൂപ തരാനുണ്ട്. പക്ഷെ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ എന്റെ QR കോഡ് ഞാൻ എങ്ങനെയാണ് ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക? 80 back button. ഈ ഷോ യുവർ QR കോഡ് എന്നുള്ള ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ Download QR code button. 2-3 ഓപ്ഷൻസ് കാണാം. ഡൗൺലോഡ് QR കോഡ് ബട്ടൺ എന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ തന്നെ QR കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ഗാലറിയിലേക്ക്. അതൊരു ഒരു ഇമേജ് രൂപത്തിൽ വരും. അതല്ല എന്നുണ്ടെങ്കിൽ Show menu button. See a QR code. State Bank UPI. Open scanner button. Share QR code button. ഇവിടെ ഷെയർ QR കോഡ് ബട്ടൺ മുകളിൽ കാണിച്ച എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. ഷെയർ QR കോഡ് ബട്ടൺ കാണാം. അതായത് ഏകദേശം ഒരു സ്ക്രീനിന്റെ ഒരു മിഡ് സ്ക്രീനിന്റെ താഴെയായിട്ടൊക്കെ പൊസിഷൻ. അവിടെ ഷെയർ യുവർ QR കോഡ് ബട്ടൺ എന്നുള്ളിടത്ത് ഡബിൾ ടാപ്പ് ചെയ്താൽ സാധാരണ ഒരു ഷെയറിംഗ് ഇന്റർഫേസ് ആണ് വരിക. വാട്സാപ്പിലേക്കോ എവിടേക്കാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. അത് ഡെമോ ചെയ്യേണ്ടതില്ലല്ലോ. Share. സാധാരണ ഒരു ഷെയറിംഗ് ഇന്റർഫേസ് ആണത്. ഹലോ, വേണ്ട. കുഴപ്പമില്ല. ഓക്കെ, അതൊരു JPG ഒരു ഇമേജ് രൂപത്തിലാണ്. സാധാരണ നമ്മളൊരു ഫോട്ടോ ഒരാൾക്ക് ഷെയർ ചെയ്ത് എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും. അത് വാട്സാപ്പിലേക്ക് ആരുടെ ചാറ്റിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അങ്ങോട്ട്. ഇനി ഒരാൾ നമുക്കൊരു QR കോഡ് ഷെയർ ചെയ്ത് തന്നാൽ അതും ഇതുപോലെ തന്നെ Screen locked. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ QR കോഡ് ഷെയർ കൊടുക്കുക, വാട്സാപ്പിൽ നിന്ന് ഷെയർ കൊടുക്കുക, എന്നിട്ട് ഷെയർ ടു ഗൂഗിൾ പേ കൊടുക്കുക. അപ്പോൾ വിത്തിൻ എ സെക്കൻഡ് അത് സ്കാൻ ആയിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ആൾക്ക് പേ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ Sharing image. Pay. Open scanner button. ഇവിടെ ഓപ്പൺ സ്കാനർ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഷെയർ യുവർ QR കോഡ് ബട്ടന്റെ തൊട്ടടുത്തായിട്ട് ഓപ്പൺ സ്കാനർ ബട്ടൺ ഇത് എടുത്തു കഴിഞ്ഞാല് Pay. Close button. Show upload from gallery button. അപ്ലോഡ് ഫ്രം ഗാലറി ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ QR കോഡ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനാണ്. ഇനിയിപ്പോ പറയുന്നത് മറ്റൊരാൾ അവരുടെ QR കോഡ് നമുക്ക് തന്നാൽ അത് 2 രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ വാട്സാപ്പിൽ നിന്നോ എവിടെ നിന്നാണോ ഉള്ളത് അവിടുന്ന് ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ QR കോഡ് സ്കാനർ നമ്മുടെ സ്കാനർ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ അപ്ലോഡ് ഫ്രം ഗാലറി ബട്ടൺ ഇത് കാണാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഗാലറിയിൽ നിന്നൊരു പിക്ചർ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ലാസ്റ്റ് വന്ന QR കോഡ് ഉണ്ടാവും. ഡബിൾ ടാപ്പ് ചെയ്യുക, വിത്തിൻ സെക്കൻഡ് അത് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് QR കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. Back button. Pay contacts button. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഒരു ചെറിയ ട്രിക്കാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളൊരു 5-6 പേര് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യണം. ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ ആരാണോ ബില്ല് സെറ്റിൽ ചെയ്യുന്ന ആൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പൈസ ഒരുമിച്ച് അയക്കണം. അങ്ങനെ അയക്കാൻ അതായത് ഇപ്പോൾ 1000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ബില്ല് വന്നത്. നമ്മളൊരു 5 പേര് പോയി. 5 പേര് പോയപ്പോൾ ഇപ്പോൾ ഞാനാണ് ബില്ല് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോയ ഞാൻ ഉൾപ്പെടെ 5 പേരുടെ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയാലാണ് എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഈ 5 പേരുടെ ബില്ല് ടൈം കളയാതെ തന്നെ സെൻഡ് ചെയ്യണം. വേറെ ഒന്നും ചെയ്യാതെ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് സ്പ്ലിറ്റ് ഫീച്ചർ. ഗൂഗിൾ പേയിലുള്ള ഒരു ഫീച്ചറാണിത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബില്ല് പേ ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ.
Pay contacts button. ഈ പേ കോണ്ടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ Pay. Show menu. Such mobile recurring deposit button. Postpaid mobile button. Rock DTH. Google Play button. New group. Water button. Water button. Fast ad. Suggested cat. Link/insurance. ഒരു ജസ്റ്റ് സെക്കൻഡ് ഇതിന്റെ Credit. Rock. Mobile recharge button. So pay anyone on UPI text box. Back button. Show. Suggest mobile recharge button. Autos pay from Air app to shoot app locator. New group start group chatter split and expense button. യെസ് ഇതാണ് ഉദ്ദേശിച്ചത്. അതായത് All people on new group start group chatter split and expense button. ന്യൂ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് ബട്ടൺ. ഇത് ചില സമയത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഇതിന്റെ UI ഇഷ്യൂ ആണോ അതോ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ റീഡറിന്റെ ഇഷ്യൂ ആണോ എന്നറിയില്ല. എനിവേ ഈ ബട്ടൺ, അതായത് നമ്മുടെ ആദ്യം നമുക്ക് റീസെന്റ് നമ്മൾ പേ ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ സജഷൻസ് കാണാം. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ സ്ക്രീനിന്റെ ഒരു ലോവർ പോർഷൻ, ഒരു മിഡിൽ സ്ക്രീൻ കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്താണ് ഓൾ പീപ്പിൾ Screen locked. കാണിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ പറയുന്ന ന്യൂ ഗ്രൂപ്പ് ഓർ സ്പ്ലിറ്റ് എക്സ്പെൻസ് ബട്ടൺ കാണുന്നത്. Aaron George Jacob adapt. Aaron George app add new group start group chatter split and expense button. ഓക്കെ, ഇത് വായിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ Pay. നമുക്ക് ഇവിടെ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ ആരൊക്കെയാണോ പോയത് അവരെ കൂടെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്തിട്ട് വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും പോലെ ഇതിൻ്റെ അകത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. Add people to group. ആഡ് പീപ്പിൾ ടു ഗ്രൂപ്പ്. Show menu but search. Search for people text box search. Search for people. അവിടെ നമുക്ക് ആരൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ടിക്ക് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഇവിടെ. Text S U I N Y A. Sayana S. Selected. ഞാൻ എന്റെ അനിയത്തി ആഡ് ചെയ്തു. Of dollars. ഓക്കെ, Delete item button. Chip Sayana S button. Search. Search for people. Text B. Ra N. No. I N. X. X Z. Zoom. Chip. Delete item button. Google Pay con. Of Sierra Nizam. Nishan Nizarpur. Nizamuddin Katu. Selected. ഓക്കെ, രണ്ടാമത്തെ ആളെ ആഡ് ചെയ്തു. തൽക്കാലം ഞാൻ 2 പേര് വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഉൾപ്പെടെ 3 പേര്. Search. Show menu but add people to group. Back button. Add 2 people button. അപ്പോൾ ആഡ് ചെയ്ത് ഈ നമ്മൾ വേണ്ട ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ആഡ് എത്ര പീപ്പിൾ ആണോ അത്രയും ആ ഒരു ബട്ടൺ കാണാം. ഇവിടെ ആഡ് 2 people ബട്ടൺ. ഞാൻ 2 പേരാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ 2 പേരെ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. Create button unavailable. ഓക്കെ, ഇനി ഇവിടെ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കണം. 3 members. See it. ഞാനുണ്ട്. Back button. ഓക്കെ, 3 മെമ്പേഴ്സ് ഓൾറെഡി ഉണ്ട് ഈ ഗ്രൂപ്പിൽ. Name your group. Name your group. ഇനി ഗ്രൂപ്പിന് ഒരു നെയിം കൊടുക്കണം. Show menu button. Enter group name text box. Editing enter group name. ഇവിടെ ഞാൻ ഒരു ടെസ്റ്റ് ഡെമോ അല്ലെങ്കിൽ ഡെമോ എന്ന് ചുമ്മാ ഒരു നെയിം M കൊടുക്കണം. box D D R Romeo E E B Bravo N no M M K Kilo O P Papa O Os O. ഓക്കെ, Clear group name. 26 characters remaining. Create button. ഈ ഡെമോ എന്നുള്ള ഒരു നെയിം കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. Loading. ഓക്കെ Dismiss button. Got it button. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പോപ്പപ്പ് ആണ് വന്നത്. ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡയലോഗാണ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. വായിച്ചില്ല, എന്താണെന്നറിയില്ല. Send message button unavailable. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്താണ് നമുക്ക് Message text split and expense button. സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കിട്ടും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്, ഗ്രൂപ്പിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് ബട്ടൺ കിട്ടും. ഈ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് കാണാം. Next button unavailable. Show menu total. ടോട്ടൽ എമൗണ്ട്, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്യണം. Amount field 0 text box. Editing amount field 0. ഇപ്പൊ ഞാനിവിടെ 1000 ടൈപ്പ് ചെയ്യുന്നു. 2. Next button on 1. Indy 8. 0 Indy 01 1000. ഓക്കെ, 1000 റുപ്പീസ് ആണ് ടോട്ടൽ ബില്ല്. ഇനി ആകെ ഉള്ളത് ഞാൻ ഉൾപ്പെടെ 3 പേരാണ്.
ഓക്കെ, ഈ 3 പേരുടെ ടോട്ടൽ ബില്ല് 1000. ഈ 1000നെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. Back button. Total. 1. Next button. നെക്സ്റ്റ് കൊടുക്കുന്നു, എമൗണ്ട് ടൈപ്പ് ചെയ്തു, താഴെ നെക്സ്റ്റ് ഉണ്ട്. Back. Show. Total. 1000. Text box amount field. What's this for? Text box. What's this for? ഈ വാട്ട്സ് ദിസ് ഫോർ എന്നുള്ളത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. അതായത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയണമല്ലോ അവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ എന്തിന് ഈ പൈസ ചെലവഴിച്ചു എന്നുള്ളത്. ഞാനിവിടെ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, Split evenly. Tab 1 of 4 button selected. ഓക്കെ, സ്പ്ലിറ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് ഈ 1000 രൂപേനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Split by amounts. Tab 2 of 4 button. ബൈ എമൗണ്ട്സ്. ഇപ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല എക്സ്പെൻസ് വന്നിട്ടുണ്ടാവുക. ഓരോരുത്തരുടെ എമൗണ്ട് മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1000 രൂപ ടോട്ടൽ വന്നാൽ ഞാൻ ചിലപ്പോൾ 300 രൂപയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, അടുത്ത ആൾ ചിലപ്പോൾ 200 രൂപയുടെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ, അതിന്റെ അടുത്ത ആൾ ബാക്കി 500 രൂപയുടെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ നമുക്ക് എമൗണ്ട് മാനുവലി ടൈപ്പ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സാധാരണ നമ്മൾ പേ ചെയ്യാൻ നേരത്തെ എമൗണ്ട് എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ. ഇനി ഷെയർ ആയിട്ട്, അതായത് നമ്മൾ പറയുമല്ലോ നീ ഇത്ര എടുത്തോളൂ ബാക്കി ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയും പോലെ, അത് വോളണ്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു അവസരമുണ്ട് അവിടെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അയക്കാനുള്ള അവസരമുണ്ട്. പെർസെൻറ്റേജ് കണക്കിൽ അയക്കാനുള്ള, നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വിട്ടിട്ട് അയക്കാൻ പറ്റും. എമൗണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. ഒരാൾ എത്ര ശതമാനം വേണം നമുക്ക് തീരുമാനിച്ച് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. ഇത് ഡെമോ ചെയ്യാത്തത് നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ്, ടൈം ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 4 തരത്തിലുള്ള ഓപ്ഷനാണ്. ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം. 1000 രൂപ 3 പേര് ഡിവൈഡ് ചെയ്താൽ എത്ര ഉണ്ടാവും, അങ്ങനെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് മാനുവലി ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം. ഇനി വോളണ്ടറി ആയിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷെയർ എടുത്തോളാം. അങ്ങനെ അവർക്ക് തന്നെ തീരുമാനിച്ച് ഒരു റിക്വസ്റ്റ് ആയിരിക്കും പോവുക, ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ശേഷം അവർക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം. പിന്നെ പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അലികൽ ഈ ക്വസ്റ്റ്യൻ അവസാനമല്ലേ അതോ ഇടയ്ക്ക് ചോദിക്കില്ലല്ലോ? ഇല്ല, അവസാനം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എങ്ങനെയാണ് നമ്മൾ KSEBയുടെ ബില്ല് പേ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ല് ഒരു ജസ്റ്റ് ഒരു ഡെമോ. അത് തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ഇതിന് വാട്ടർ അതോറിറ്റി ആയാലും DTH അല്ലെങ്കിൽ കേബിൾ TV ആ ഒരു ഇതായാലും ഒക്കെ ഈ ഒരൊറ്റ വേ ആണ് ഗൂഗിൾ പേയിലുള്ളത്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ അവിടെ ബിൽസ് റീചാർജസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാണാം. കണ്ടോ, ബിൽസ് ആൻഡ് റീചാർജസ്. ഇവിടെ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ഉള്ള ഇത് കിട്ടും. DTH അല്ലെങ്കിൽ കേബിൾ TV. ഇവിടെ ഇതാണ് പേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കാറ്റഗറി എല്ലാം കാണാം. ഈ വ്യൂ ഓൾ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തു ശേഷം ഇലക്ട്രിസിറ്റി കണ്ടെത്താണ്. യെസ്, ഇലക്ട്രിസിറ്റി ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വേണ്ടില്ല. സെർച്ച് സപ്ലയേഴ്സ്. ഒരുപാട് ഇലക്ട്രിസിറ്റി സപ്ലയേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് KSEB ആണ്. സോ നമ്മളിവിടെ സെർച്ച് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാനുവലായിട്ട് സ്വൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തോ ഒക്കെ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ സെർച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സപ്ലയറുടെ നെയിം ടൈപ്പ് ചെയ്യാം. KSEB ടൈപ്പ് ചെയ്തു. താഴെ ഒരു ഡൺ ബട്ടൺ ഉണ്ട്. ആ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യും. നോക്കാം. ഓക്കെ, കേരള ഇലക്ട്രിസിറ്റി KSEB ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് This allows Google consumer number text box. Editing consumer number. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. Clipboard hit fake plus 91. Today name colon 115. Showing recently copied or captured content as candidate. ഓക്കെ, ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്തു. ശേഷം Clear button. Enter your consumer number / consumer. Nickname optional. Text box. Nickname optional. ഈ നമ്മൾ ലിങ്ക് ചെയ്യുന്ന അക്കൗണ്ടിന് നമുക്കൊരു നെയിം കൊടുക്കണം. നെയിം കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ബില്ല് വരുന്ന സമയത്ത് നമുക്കത് കണ്ടെത്താൻ എളുപ്പമാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ള നിലക്കാണ്. ഇനി Continue button. ഞാൻ തൽക്കാലം നെയിം കൊടുത്തിട്ടില്ല. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ Pay. നമ്മുടെ എന്തെങ്കിലും നമുക്ക് ബില്ല് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യും. KCB നമുക്ക് ബില്ല് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ Found a match. Consumer number 115833. Nickname Kerala Electricity KSEB 5792. കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു നെയിം വന്നു. ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ Link account to pay your upcoming bills. ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നു ബില്ലൊന്നും പെൻഡിങ് ഇല്ല. പക്ഷെ ഇനിയുള്ള ബില്ലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Link button. ഈ ലിങ്ക് ബട്ടൺ ഇത് ഡബിൾ ടാപ്പ് ചെയ്യണം. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അതായത് നമ്മുടെ കൺസ്യൂമർ അക്കൗണ്ട് ഗൂഗിൾ പേയിലേക്ക് ലിങ്ക് ചെയ്യും. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അപ്ഡേറ്റ് വരുന്നത് ആ ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് പോലെ വന്ന് കിടക്കും, നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും. സാധാരണ നമ്മൾ ഒരാളുടെ റിക്വസ്റ്റ് വന്നാൽ എങ്ങനെയാണോ പേ ചെയ്യുന്നത് അതുപോലെ ആ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ എടുത്ത ശേഷം നമുക്ക് പേ കൊടുത്ത് എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ബില്ല് പേയ്മെന്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ Screen പറ്റും. locked. Link button. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ബില്ല് റിഫ്രഷ് ആവോ നോക്കാം. Show menu. Kerala 1002. യെസ്, ഞാനിത് പേ ചെയ്ത ബില്ലുകൾ വരെ ഇവിടെ കാണാം. March 14th, 2023. 1,236 bill date March 4th, 2023. Paid March 14th, March 4th. Energy earned in Indy. May 21st, 1,713 bill date May 5th. ഓക്കെ, പുതിയ ബില്ലൊന്നുമില്ല. ഞാൻ മുമ്പ് പേ ചെയ്തിട്ടുള്ള ബില്ലുകളാണ് ഇവിടെ കാണുന്നത്. ഓരോ ഡേറ്റ് വൈസ് മന്ത് വൈസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റി എന്നുള്ളത് എടുക്കുന്നു. ശേഷം അവിടെ സപ്ലയറിന്റെ നെയിം സെർച്ച് ചെയ്യുന്നു, KCB. ശേഷം അത് ഡബിൾ ടാപ്പ് ചെയ്ത് ആ സെർച്ച് റിസൾട്ടിൽ നിന്ന് KCB ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ആ അക്കൗണ്ടിന് എന്തെങ്കിലും ഒരു നെയിം വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു നെയിം വരും. ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ബില്ലെല്ലാം അവിടെ റിഫ്രഷ് ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പേ ചെയ്തിട്ടുള്ള ബില്ലുകൾ അവിടെ വരും. ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുക. വളരെ എളുപ്പമാണ്. ഓക്കെ, ഒറ്റ തവണ അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും ചെയ്യണമെന്നില്ല. പിന്നെ ഓരോ തവണ ബില്ല് വരുമ്പോഴും അത് നോട്ടിഫിക്കേഷൻ ഒരു റിക്വസ്റ്റ് പോലെ അവിടെ വന്ന് കിടക്കും. ഇനി ഇങ്ങനെ തന്നെയാണ്, ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് DTH, കേബിൾ TV, ബ്രോഡ്ബാൻഡ്, അതുപോലെയുള്ള ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാൻ കാർഡും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതുകൊണ്ട് അത് ഡെമോ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ ഈ സെയിം സ്റ്റെപ്പാണ് ബാക്കി എല്ലാത്തിനും. ഈവൻ ബ്രോഡ്ബാൻഡ് സർവീസിന് പോലും നമ്മൾ പേ ചെയ്യുമ്പോഴും നമ്മുടെ അവിടെ കൺസ്യൂമർ നമ്പർ എന്നുള്ള ടേം മാറിയിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ID ആവും. 10 ഡിജിറ്റ് സബ്സ്ക്രൈബർ ID ഉണ്ടാവുമല്ലോ, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറയും. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഡിങ് ബില്ല് അവിടെ റിഫ്രഷ് ചെയ്ത് വരും. ഓക്കെ, ഈ ബിൽ പേയ്മെന്റ് എല്ലാം ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. വേറെ ഒരു മാറ്റവും ഗൂഗിൾ പേയിൽ ഇല്ല. ഗൂഗിൾ പേ ആണ് പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിബിൽ സ്കോർ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിന്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എത്രത്തോളം എഫിഷ്യന്റ് ആണ്, ട്രാൻസാക്ഷൻ എത്രത്തോളം ആക്റ്റീവ് ആണ്, കാര്യങ്ങളൊക്കെ അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന ലോണുകൾക്കൊക്കെ അപേക്ഷിക്കാൻ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് EMI പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ എലിജിബിൾ ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സിവിൽ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പല സപ്ലയേഴ്സും നമുക്ക് തരുന്നത്. അപ്പോൾ
അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് ഗൂഗിൾ പേയിൽ. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് Home button. Back. Kerala Electricity. Back. Pay. ഓക്കെ, ഗൂഗിൾ പേയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ R. സോറി Back. Atmar Vidyad AVVNL. Back. Electricity button. See transaction. ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ഇവിടെ Check your civil score for free button. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെക്ക് യുവർ സിവിൽ സ്കോർ ഫോർ ഫ്രീ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് App. Close button. Your basic details heading 1. ഓക്കെ, Menu button. Civil will use this information to get your score. Plus 918075. Your number in Google Pay. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ട് തന്നെ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ ഗൂഗിൾ പേയിൽ. അപ്പൊ ആ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് വരും. പക്ഷെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് നെയിം നമ്മുടെ പാൻ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ ഫസ്റ്റ് നെയിം, പാൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പാൻ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ ഫസ്റ്റ് നെയിം ക്യാപിറ്റൽ എവിടേക്കാണോ വന്നിട്ടുള്ളത് ആ ക്യാപിറ്റൽ അവിടെ അങ്ങനെ തന്നെ ഇവിടെയും വേണം. ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുന്നു. First name was per PAN card text box. കണ്ടോ, ഫസ്റ്റ് നെയിം ആസ് പെർ യുവർ പാൻ കാർഡ്. ഓക്കെ, ശേഷം As per PAN card. Last name. ലാസ്റ്റ് നെയിം, പാൻ കാർഡിലുള്ള ലാസ്റ്റ് നെയിം എങ്ങനെയാണോ അത് ഇവിടെ എൻ്റർ ചെയ്യുന്നു. Last name was per PAN card text box. ഓക്കെ, അത് എൻ്റർ ചെയ്ത ശേഷം As per PAN card. Credit report fetch terms checkbox. Credit report fetch terms checkbox. Checkbox. ഈ ഒരു ചെക്ക് ബോക്സ് ക്രെഡിറ്റ് റിപ്പോർട്ട് ഫെച്ച് ചെയ്യാനുള്ള ഈ ഒരു ചെക്ക് ബോക്സ് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതായത് നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്, എൻ്റെ ഈ ബേസിക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എടുത്തോളൂ, ചെക്ക് ചെയ്തോളൂ എന്നുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. ശേഷം I authorize Google Pay to send this information to Tusable via a private and secure service to fetch my credit report and agree to. കണ്ടോ, ഇത് നമ്മുടെ ഒരു കൺസെന്റ് നമ്മൾ കൊടുക്കുകയാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. Learn more about the Tusable use and learn more about Google Pay personalization based on credit report terms checkbox. Checkbox. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പേഴ്സണലൈസേഷൻ ബേസ്ഡ് ഓൺ യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്. അതായത് ആ ക്രെഡിറ്റ് റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഗൂഗിൾ പേയിൽ തുടർന്ന് നമുക്ക് വരുന്ന ഓഫേഴ്സ്, റിവാർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചില നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ പരസ്യങ്ങൾ എല്ലാം ഈ പേഴ്സണലൈസേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിലും ആഡ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ഇറലവന്റ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ശേഷം ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ, നമ്മുടെ ഇമെയിൽ ഐ ഡി, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ അത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി ആയിരിക്കണം. അതുപോലെ പാൻ കാർഡ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ശേഷം നമ്മളിവിടെ ചെക്ക് മൈ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, എന്റെ പാൻ കാർഡ് നമ്പർ ഞാൻ കൊടുക്കാത്തതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല കേട്ടോ, സോറി. പാൻ കാർഡ് നിലവിൽ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല. സോ അത് മുന്നോട്ടുള്ള ആ ഒരു സെഷൻ കാണിക്കാൻ പറ്റുന്നില്ല. പാൻ കാർഡ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെക്ക് മൈ സിവിൽ സ്കോർ ഒരു ബട്ടൺ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നമ്മൾ അക്കൗണ്ട് ഈ പറയുന്ന ലോണിനൊക്കെ എലിജിബിൾ ആണോ അല്ലയോ, നമ്മുടെ സിവിൽ സ്കോർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഡെമോ കാണിക്കാൻ പാൻ കാർഡ് നിലവിൽ എൻ്റെ അടുത്തില്ല. സോ അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യം ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. നമ്മൾ മണി ട്രാൻസാക്ഷൻ നടത്തുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാനേജ് ചെയ്യുക എന്നുള്ളത്. അതായത് ഹിസ്റ്ററി നോക്കിയിട്ട് വേണം നമുക്ക് അക്കൗണ്ട് ഇനി എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് തോന്നിയ പോലെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചുകൊണ്ടിരുന്നാൽ അക്കൗണ്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. ഓക്കെ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് നടക്കില്ല. അതിനേറ്റവും നമുക്ക് സഹായകമായിട്ടുള്ള ഒരു സംഭവമാണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി.
ഇത് തന്നെ ഗൂഗിൾ പേയിൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Copy your code. Invite. See transaction history button. ഓക്കെ, താഴേക്ക് വരുമ്പോൾ ഇവിടെ സി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബട്ടൺ കാണാം. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് Back button. Use filters to find transactions easily button. ഓക്കെ, യൂസ് ഫിൽറ്റേഴ്സ് ടു ഫൈൻഡ് യുവർ ട്രാൻസാക്ഷൻ ഈസിലി. അതായത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, Status button. സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയോ, പെൻഡിങ് ആണോ, ഫെയിൽഡ് ആണോ, ഇത്തരം സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. Delete button. Payment method button. പേയ്മെന്റ് മെത്തേഡ് UPI വഴി ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അങ്ങനെ, മറ്റേ സെൽഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അങ്ങനെ, അത്തരം സ്റ്റാറ്റസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. Date button. ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. Delete amount button. എമൗണ്ട് ഇത്ര നിശ്ചിത തുകയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഇത്ര തുകയ്ക്ക് താഴെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, Payment type button. പേയ്മെന്റ് ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ Amount button. എമൗണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു മിനിമം 5,000 ഓർ എബോവ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5,000 ഓർ എബോവ് ട്രാൻസ്ഫർ ചെയ്ത ആ ഹിസ്റ്ററി മാത്രം എനിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്തു ഈ എമൗണ്ട് ബട്ടണിൽ. Amount. Close button. Amount. Up to 200 uncheck check box. അപ് ടു 200 200 രൂപ വരെ ഉള്ളത് അത് നമുക്കറിയാലോ, സെൽഫ് എക്സ്പ്ലറേറ്ററി ആണ്. 200 രൂപ വരെ, 200-500 uncheck check box. 200 മുതൽ 500 വരെ, 500-2000 uncheck check box. 500 മുതൽ 2000 വരെ, Above 2000 uncheck check box. ഓക്കെ, എബവ് 2000 ഞാൻ തൽക്കാലം ഇത് കൊടുക്കാം. Checked. ഓക്കെ, എബവ് 2000 കൊടുത്തു. ഇനി ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ വരുമ്പോൾ 10 രൂപ ട്രാൻസാക്ഷൻ ചെയ്തതോ ട്രാൻസ്ഫർ ചെയ്തതോ 50 രൂപ കൊടുത്തതോ ഒന്നും കാണിക്കില്ല. 2000 മുകളിലുള്ള എമൗണ്ടുകൾ മാത്രമേ കാണുള്ളൂ. Clear all button. Apply button. ഇവിടെ അപ്ലൈ ബട്ടൺ ഉണ്ട് താഴെ, അത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ 2000 രൂപയ്ക്ക് മുകളിൽ എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും, ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എമൗണ്ട് സ്റ്റാറ്റസ്, ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്, കംപ്ലീറ്റ് ആയത് ഏതൊക്കെയാണ്, പെൻഡിങ് ആയത് ഉള്ളത് ഏതൊക്കെയാണ്. ഇനി ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോ പേ പെൻഡിങ് ഉള്ളത് ഏതൊക്കെയാണ് തുടങ്ങിയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. Home. Back button. ഓക്കെ, 4 തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ആണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഉള്ളത്. ഓക്കെ, അപ്പോ എന്താണ് Google Pay rewards 5 credit. Amazon Pay groceries. Back button. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ഇനി കൂടുതൽ ഡെപ്തിൽ ഡെമോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഫിൽറ്റേഴ്സ് മാത്രമേ ഇതിനകത്ത് ആർക്കും അറിയാത്തുണ്ടാവുള്ളൂ. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒരുപക്ഷെ എല്ലാവരും റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കണം. തീർച്ചയായിട്ടും ചെയ്യാം. ഇതിൽ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു Q&A സെഷൻ കൊടുക്കുമല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗൂഗിൾ പേയിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ്, സ്ക്രാച്ച് കാർഡുകൾ ഉണ്ടാവും, ഓഫേഴ്സ് ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ check your civil score for manage your money. 7% referrals button. Offers button. ഓഫേഴ്സ് ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്. ആദ്യം നമുക്ക് റിവാർഡ്സ് ചെക്ക് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഓഫേഴ്സിലേക്ക് നോക്കാം. ഓക്കെ, താഴേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ബട്ടൺസ് ഒക്കെ കാണുന്നത് കേട്ടോ. അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ,
ഈ റിവാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമുക്ക് ഗൂഗിൾ പേ ചില സമയത്ത് സ്ക്രാച്ച് കാർഡുകൾ തരും, ലക്കി സ്ക്രാച്ച് കാർഡ്. അത് ചില സമയത്ത് എന്തെങ്കിലും വൗച്ചർ ആയിരിക്കാം, ചില സമയത്ത് വല്ല എന്താണ് ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചില സമയത്ത് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അത് പറയാൻ പറ്റില്ല. സോ ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക ചോദിച്ചാൽ ഈ സ്ക്രാച്ച് കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്യണം. സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് എന്താണ് നമുക്കുള്ള റിവാർഡ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റിവാർഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് കാർഡുകൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും സ്ക്രാച്ച് കാർഡ് ഉണ്ടോ എന്ന് നോക്കാം. യെസ്, അവൈലബിൾ ആണ്. യുവർ റിവാർഡ്സ് എന്ന് പറയുന്ന അതിന് താഴെ റിവാർഡ് സ്ക്രാച്ച് കാർഡ് ബട്ടൺ, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതൊരു സ്ക്രാച്ച് കാർഡ് ആണ് എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് സ്ക്രാച്ച് കാർഡുകൾ കിട്ടാം, കിട്ടാതിരിക്കാം. അത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. ഞാൻ എന്തായാലും ഈ സ്ക്രാച്ച് കാർഡ് ഒന്ന് സ്ക്രാച്ച് ചെയ്യാണ്. സ്ക്രാച്ച് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ രണ്ട് ഫിംഗർ വെച്ചിട്ട് സ്ക്രീനിന്റെ ജസ്റ്റ് മുകളിലേക്ക് താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യാം, സ്വൈപ്പ് അപ്പ് ദെൻ ഡൗൺ. ഇനി അതല്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ റിവാർഡ് സ്ക്രാച്ച് കാർഡ് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രാച്ച് കാർഡിന്റെ യുഐക്ക് പോകും. അതിനുശേഷം വീണ്ടും അവിടെ ഒരു റിവാർഡ് സ്ക്രാച്ച് കാർഡ് ബട്ടൺ കാണാം. അതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ റിവാർഡ് റിവീൽഡ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് കേൾക്കാം. ഇങ്ങനെ കേട്ടാലാണ് നമ്മുടെ റിവാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്തു എന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയെന്ന് മനസ്സിലാക്കാം. റിവാർഡ് റിവീൽഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് റിവാർഡ് എന്നുള്ളത് പിന്നെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് നോക്കണം. ഫ്ലിപ്കാർട്ടിൽ 10 മുതൽ 100 രൂപ വരെ ക്യാഷ് ബാക്ക് ആണ് ഈ ക്യാഷ് കാർഡിൽ എന്റെ റിവാർഡ്. ഇതുപോലെ പല തരത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റിവാർഡ് സ്ക്രാച്ച് കാർഡ് എടുത്തിട്ട് രണ്ട് ഫിംഗർ സ്ക്രീനിൽ വെച്ചിട്ട് സ്വൈപ്പ് അപ്പ് ദെൻ ഡൗൺ, നമ്മൾ സാധാ ഒരു കാർഡ് ഇങ്ങനെ ചുരണ്ടി എടുക്കും പോലെ കാണിക്കുക ജസ്റ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റിവാർഡ് സ്ക്രാച്ച് കാർഡ് ബട്ടൺ വീണ്ടും കാണും. അവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ റിവാർഡ് റിവീൽഡ് എന്ന് കാണാം. അത് കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഓക്കെ സ്ക്രാച്ച്ഡ്. ശേഷം നമ്മൾ സ്വൈപ്പ് ചെയ്ത് നോക്കുക. റിവാർഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിവാർഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ, സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യുന്ന പരിപാടി. ഓക്കെ, ഇനി നമുക്ക് ഓഫേഴ്സ് നോക്കണം. ഇവിടെ ഓഫേഴ്സ് ബട്ടൺ ഉണ്ട്. ഓഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല പല കാറ്റഗറിയിൽ പെട്ട ഓഫേഴ്സ് വരും. ഫൈനാൻസ്, മറ്റേ ഇൻഷുറൻസ്, അതുപോലെ ഷോപ്പിംഗ്, ഈ പറയും പോലെയുള്ള മറ്റേ റെഡ് ബസ്, മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള ട്രാവലിംഗ്, അതിനൊക്കെയുള്ള ഡിഫറെന്റ് ഓഫേഴ്സ് ഇവിടെ കാണാൻ പറ്റും ഗൂഗിൾ പേയിൽ തന്നെ. അപ്പൊ ഇതില് നമുക്ക് ഏത് കാറ്റഗറി ആണോ വേണ്ടത് അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ cash up to 100% off on the processing fees on cash loans. Use code APPEBA save up to 500. Digit General Insurance get up to 25% off with pay as you drive if you have driven less than 15,000 kilometers/year button. ഇതൊരു ഇൻഷുറൻസിന്റെ ഓഫറാണ്. 25% ഡിസ്കൗണ്ട് കിട്ടും ഒരു വർഷത്തിൽ 15,000 കിലോമീറ്റർ കുറയാതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല ഓഫറുകൾ കാണാം. എന്താണോ നമുക്ക് വേണ്ടത് അത് എടുക്കുക. ഞാൻ തൽക്കാലം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. Back button. Show menu button. Digit General Insurance. Get up to 25% off with pay if you have driven less than 15. Expires December 31st, 2024. ഈ ഓഫർ ഇന്നുവരെ ഉള്ളത് എന്നുള്ള കാലാവധി പറയുന്നുണ്ട്. ഡിസംബർ 31st ഇത് എക്സ്പയർ ആവുന്നത്. Details get up to 25%. Terms and conditions. The fulfillment of this offer is the sole responsibility of the merchant. If you have issued General Google Pay offers terms button. Google Pay terms of learn more button. Apply now button. ഓക്കെ, ഇത് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇൻഷുറൻസിങ്, നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം. അപ്പൊ അത് ഡെമോ ചെയ്യാനായിട്ട് സ്വന്തം വെഹിക്കിൾ ഇല്ലാത്തത് കൊണ്ട് പോസിബിൾ അല്ല. ഓക്കെ, ഇത് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഓണർ വെഹിക്കിൾ നമ്പറും
അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. നമ്മൾ പക്ഷെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വിധേയമായിരിക്കും. ഇതുപോലെ Screen locked. Back button. ഓക്കെ, ഓരോ ഓഫേഴ്സിനും ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. പിന്നെ Back button. ചില സമയത്ത് ഗൂഗിൾ പേ വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. അതായത് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ, അതുപോലെ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചർ. ഇതൊക്കെ ഒരു കൂപ്പൺ രൂപത്തിലായിരിക്കും. കൂപ്പൺ രൂപത്തിൽ ഞാൻ നേരത്തെ നോക്കുമ്പോൾ എനിക്ക് ഒറ്റ വൗച്ചറും ഇല്ല, അതാണ് ഡെമോ ചെയ്യാൻ പറ്റാത്തത്. വൗച്ചർ ഒന്നും അവൈലബിൾ അല്ല. ഈ വൗച്ചർ അവൈലബിൾ ആണെങ്കിൽ ഈ ഓഫേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് 150 rupees gift voucher on Amazon അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, whatever it is. Google Pay get a chance to earn vouchers from various brands when you do a recharge or a bill payment via Google Pay. അല്ല, ഇതൊരു അഡ്വർടൈസ്മെന്റ് പോലെയാണ്. നമ്മളൊരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് വൗച്ചേഴ്സ് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ അല്ലെങ്കിൽ അജിയോ, സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഡിഫറെന്റ് ബ്രാൻഡുകളുടെ വൗച്ചേഴ്സ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വൗച്ചർ കാണാം നമുക്ക് ഓഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കോഡ് ബട്ടൺ കാണാം. കോപ്പി കോഡ്, ആ കോപ്പി കോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കോഡ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. Google Pay get a chance to earn 5 get up to 1,000. Back button. ഓക്കെ, കൂപ്പൺ കോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സർവീസ് ആണോ, ഏത് ബ്രാൻഡിന്റെ കോഡാണോ നമുക്ക് കിട്ടിയ അവിടെ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട്, അവരെത്രയാണോ പറഞ്ഞത് അത്രയും ഡിസ്കൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, പക്ഷെ എനിക്ക് വൗച്ചേഴ്സ് ഒന്നും നിലവിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ആ കോഡ് എങ്ങനെ കോപ്പി ചെയ്യണമെന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത്രയാണ് ഗൂഗിൾ പേയിൽ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഇനി ഒരുപാട് സംഭവങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബാങ്ക് ട്രാൻസ്ഫർ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് ട്രാൻസ്ഫറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ UPIയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എയിം തന്നെ ഈ ബാങ്ക് ട്രാൻസ്ഫർ, ഈ വളഞ്ഞ വഴി ഉള്ള പ്രൊസീജിയർ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, IFSC കോഡ് ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബ്രാഞ്ച് കോഡ്, അതെല്ലാം ടൈപ്പ് ചെയ്തുള്ള ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ബാങ്കിൽ പോയിട്ട് ചെയ്യുമല്ലോ എഴുതി കൊടുത്തിട്ട്, അത് ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് UPI ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ എങ്കിലും ഈ ഗൂഗിൾ പേ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറിനുള്ള സൗകര്യം തരുന്നുണ്ട്. നോക്കാം. Selection mode closed. 8:39. Home button. Granular editing mode words. Okay. Cancel button. Okay. See transact. ഈ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ വരുന്നത് മുകളിലാണ് കേട്ടോ, പ്രൊഫൈലിന്റെ ആ ഭാഗത്താണ്. 7% store. Scan. Pay phone number. Scan any. Pay. Bank transfer button. ഓക്കെ, ബാങ്ക് ട്രാൻസ്ഫർ ബട്ടൺ. ഈ ഇതെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരാൾക്ക്, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് അലീക്കാക്ക് ഒരു 100 രൂപ അയക്കണം എന്നുണ്ടെങ്കിൽ അലീക്കയുടെ UPI ID ഒന്നും എനിക്കറിയില്ല, പക്ഷേ IFSC കോഡും അക്കൗണ്ട് നമ്പറും പേരും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം, അതായത് അലീക്കാക്ക് ഇനി UPI ആപ്പ് ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഈ ബാങ്ക് ട്രാൻസ്ഫർ എടുത്ത ശേഷം ഇവിടെ എൻ്റർ റെസിപ്പിയന്റ് ഡീറ്റെയിൽസ്, അവിടെ ഫസ്റ്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്യണം. അക്കൗണ്ട് ഹോൾഡർ നെയിം, സോറി ഫസ്റ്റ് നെയിം അല്ല, അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, ഫുൾ നെയിം. ശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആർക്കാണോ നമുക്ക് അയക്കേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യണം. ശേഷം IFSC കോഡ്, അവരുടെ ബാങ്കിന്റെ IFSC കോഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഈ ബട്ടൺ സെർച്ച് ഫോർ IFSC കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആർക്കാണ് നമ്മൾ അയക്കുന്ന ആളുടെ ബാങ്കും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും, IFSC ഉൾപ്പെടെ. ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് സാധാരണ പോലെ പേ ചെയ്യാം. അത്രയാണ് ഈ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, പക്ഷെ ഇത് ഒഴിവാക്കാൻ, ഇത്രയും സ്റ്റെപ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് UPI ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫിൽ നമുക്ക് ഇങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് പേ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിത്തിൻ സെക്കൻഡ് QR കോഡ് സ്കാൻ ചെയ്യുകയോ UPI ID മാത്രം ടൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മുടെ മറ്റ് ഡീറ്റെയിൽസ്, അതിന്
വേറെ ലക്ഷ്യം കൂടി ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് മറ്റൊരു പബ്ലിക് ആയിട്ട് പുറത്തു പോകാനും പാടില്ല, ഹാക്കേഴ്സിന്റെ കയ്യിലൊന്നും കിട്ടാൻ പാടില്ല. അത്തരം ഇതിന് വേണ്ടിയിട്ടും കൂടിയാണ് UPI ID വെച്ചിട്ട് UPI ഒരു വെർച്വൽ പേയ്മെന്റ് അഡ്രസ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് ഈ UPI ഫീച്ചർ അവതരിപ്പിച്ചെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചോയ്സ് ആണ്, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം UPI ഇല്ലാത്തവർക്ക്. അതിനുള്ള ഒരു അവസരവും ഗൂഗിൾ പേ തരുന്നുണ്ട്. ഈ ബാങ്ക് ട്രാൻസ്ഫറിന്റെ തന്നെ ഒരു സബ് ഫീച്ചർ ആണ് നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് ഒരേ സമയം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഇങ്ങനെ 3 അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. 3 അക്കൗണ്ട് ഒരാളുടെ തന്നെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാം, ഒരു ആപ്പിൽ 3 ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇപ്പൊ ABC ഇങ്ങനെ 3 ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തു. എയിൽ ഒരു 1 ലക്ഷം രൂപയുണ്ട്. ആ എയിലുള്ള 1 ലക്ഷം രൂപ എന്നൊരു 10,000 രൂപ ബിയിലേക്ക് നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. അതും പോസിബിൾ ആണ്. പക്ഷെ അത് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉള്ളവർക്കേ അത് അവൈലബിൾ ആവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, എനിക്ക് എന്തായാലും ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, സോ അത് എടുക്കാൻ കഴിയുന്നില്ല, സാധിക്കില്ല. ഈ മൾട്ടിപ്പിൾ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതെടുത്ത ശേഷം അക്കൗണ്ട് 1 ടു അക്കൗണ്ട് 2 ഓർ അക്കൗണ്ട് 3 എങ്ങോട്ടാണോ അങ്ങോട്ട് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഗൂഗിൾ പേയിൽ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ അധികം നോക്കാത്ത 1-2 ഒരു ഇത് മാത്രമാണ് നമ്മളിപ്പോ കവർ ചെയ്തത്. ഇനിയിപ്പോ സിയാദെ കേൾക്കാമോ? സാർ ഹലോ. ഹലോ. സിയാദെ, ഒരു കാര്യം കൂടി ഒന്ന് കവർ ചെയ്താൽ നന്നായിരിക്കും. അതായത് നമ്മളിപ്പോ ഈ UPI കാര്യം പറഞ്ഞല്ലോ, പക്ഷെ പലർക്കും സ്വന്തം UPI ID കണ്ടുപിടിക്കാൻ അറിയില്ല. പലർക്കും കാരണം പ്രത്യേകിച്ച് ഇത് ഉപയോഗം നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ തന്നെ UPI ID ആവശ്യപ്പെടും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ. നമ്മുടെ ആ പ്രൊഫൈലിൽ നമ്മുടെ UPI ID എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഷുവർ സാർ. ഓക്കെ സാർ. ഓക്കെ, അപ്പോ സാറ് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇത് പല സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഷോപ്പിംഗ് നമ്മൾ ചെയ്തിട്ട് അവിടെ നമുക്ക് VPA ടൈപ്പ് ചെയ്യാൻ പറയും. VPA മീൻസ് വെർച്വൽ പേയ്മെന്റ് അഡ്രസ്. അതാണ് നമ്മുടെ UPI ID എന്ന് പറയുന്നത്. അപ്പൊ UPI ID നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ബട്ട് UPI സീക്രട്ട് പിൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്തത്. അതാണ് UPIയുടെ ഒരു ഗുണം. നമ്മുടെ ഈ പറയുന്ന IFSC കോഡോ അല്ലെങ്കിൽ നമ്മുടെ CIF നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒന്നും മറ്റൊരാൾ അറിയുന്നില്ല. ബട്ട് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യും. വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ 2 രീതി നമുക്കത് കിട്ടും. ഒന്നെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എടുക്കാം. പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ UPI ID കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, വ്യൂ യുവർ UPI ID ആൻഡ് QR UPI ID ശേഷം എന്റെ UPI ID ആണ് പറഞ്ഞത്, സിയാദസ് 906@OKSBI സംതിങ് ബ്ലാ ബ്ലാ ബ്ലാ. ആ ഒരു സംഭവം പറഞ്ഞത് ഈ ഒരു UPI ID ആണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അതായത് പ്രൊഫൈൽ എടുക്കാതെ നമ്മൾ ജസ്റ്റ് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് വന്നാൽ ഈ ബാങ്ക് ട്രാൻസ്ഫർ, സെൽഫ് ട്രാൻസ്ഫർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണിത്. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ ഇത് എടുക്കാൻ പറ്റും. ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. ഇത് മാത്രം പറയുന്നത് ശ്രദ്ധിക്കുക. UPI ID കഴിഞ്ഞിട്ട് നമ്മുടെ ID പറയും. ഓക്കെ, എന്താണോ നിങ്ങളുടെ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അത് ആ ID പറയും. അവിടെ ഒന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ ID ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, ഇത് പറഞ്ഞിട്ടില്ല, കോപ്പി ആയിട്ടുണ്ട്, പക്ഷെ എന്താണോ കോപ്പി ആയത് പറഞ്ഞില്ല. ഈ വ്യൂ യുവർ UPI ID എന്നുള്ളത് ആ UPI ID നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഈ വെർച്വൽ പേയ്മെന്റ് അഡ്രസ്സ് വേണ്ടത്, ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വേറെ വെറൈറ്റീസ്,
അവിടെ കൊണ്ടുപോയിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്യാനും നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് Screen locked. UPI വെർച്വൽ പേയ്മെന്റ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഒന്നെങ്കിൽ പ്രൊഫൈലിൽ കയറിയിട്ട് അതുവഴി നമുക്ക് UPI ID കണ്ടുപിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വ്യൂ യുവർ UPI ID ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കോപ്പി എടുക്കാം. ഇങ്ങനെയും ചെയ്യാം. സർ, എനിമോർ? ഇല്ല സിയർ, ഇത് തന്നെ. ഇത് ഞാൻ പറഞ്ഞ ഈ പ്രൊഫൈൽ വഴിയാകുമ്പോൾ ഇവർക്ക് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പൊ ഓക്കെ SBI വേണോ, അല്ലെങ്കിൽ ഓക്കെ HDFC പിന്നെ ബാങ്ക് വേണോ, അങ്ങനെ ജസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. പ്രശ്നമില്ല, നമ്മുടെ ആവശ്യം ഇത് തന്നെയാണ്. അതായത് ഈ UPI ID എന്നുള്ളത് നമുക്ക് പല സാഹചര്യത്തിൽ ഉപയോഗം വരും. ഓക്കെ, താങ്ക് യു. പക്ഷെ അവിടെ ഒരു ഇതുണ്ട് സാർ. നമ്മളിപ്പോ നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മൾ കറന്റ്ലി ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണോ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. നമ്മൾ ഈ നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഏത്, ഇപ്പൊ ഓക്കെ SBI, ഓക്കെ ആക്സിസ് ഏതാണോ അത് തിരഞ്ഞെടുക്കാം. അത് ശരിയാണ്. പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു Q&A സെക്ഷൻ ആണെന്ന് തോന്നുന്നല്ലേ സി? അത് കുറേയേറെ കാര്യങ്ങൾ കവർ ചെയ്തു. ഒത്തിരിയും ആൾക്കാർക്ക് കുറെ സംശയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതേതെങ്കിലും ഉദ്ദേശിക്കുന്ന ഇനി ഏതെങ്കിലും ഗൂഗിൾ പേയിൽ ഇനി ഏതെങ്കിലും ഡെമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഏകദേശം ഇത്രയായല്ലോ. അതും കൂടി കഴിഞ്ഞിട്ട് Q&Aയിലോട്ട് പോയാലും മതി. അതല്ലെങ്കിൽ ഇല്ല, ഗൂഗിൾ പേയിൽ ഓൾമോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ഫീച്ചേഴ്സ് ഒക്കെ കവർ ചെയ്തു. പിന്നെ ചിലത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പാൻ കാർഡ് എടുത്തില്ല സാർ. പാൻ കാർഡ് ഉണ്ടെങ്കിലാണ് മൊത്തം സ്റ്റെപ്സ് മൊത്തം ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. കറന്റ്ലി എന്റെ കയ്യിൽ പാൻ കാർഡ് ഇല്ല. ഓക്കെ 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 ഓക്കെ, അത് പ്രശ്നം. അത് എക്സ്പ്ലോർ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. സിബിൽ സ്കോറിന്റെ അതെ അതെ, അത് ജസ്റ്റ് ആ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഡീറ്റെയിൽസ് കൊടുക്കാൻ നിലവിൽ പാൻ കാർഡ് ഇല്ല, അടുത്തില്ല. അവിടെ കൊടുക്കുമ്പോ സിബിൽ സ്കോറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കാണിക്കും. ഇപ്പൊ നമുക്ക് ഒരു ഇത്തരന്റെ മുകളിലാണെങ്കിലും ഫെയർ, അല്ലെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് 300-നൊക്കെ താഴെയാണെങ്കിൽ അത് വളരെ മോശമാണെന്നുള്ളത് അത് അതിന്റെ ഡീറ്റെയിൽസ് അടക്കം കാണിക്കും. അത് ജസ്റ്റ് ബാക്കി നിങ്ങൾ ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞിരുന്ന പോലെ. ഓക്കെ സാർ, എന്നാ Q&A നോക്കാം. അതിനുശേഷം അലി, ഇല്ല, ഗൂഗിൾ പേ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സാർ. ഓക്കെ, അലി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഈ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കാമല്ലോ. ഈ ഇതുവരെ എടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അതുമായി സംസാരിക്കാം. സംശയങ്ങളൊക്കെ ഉള്ളത്. അതായത് ഞാൻ ഗൂഗിൾ പേയിൽ ഒരു ന്യൂ യൂസർ ആണ്. അപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടിരുന്നു. അതിന്റെ ബാലൻസ് 500 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിരുന്നു. എന്താണ് ഈ UPI ലൈറ്റ്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ? UPI ലൈറ്റ് അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ NPCI ആണ് നമ്മുടെ UPI കൺട്രോൾ ചെയ്യുന്നത്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ ഇവര് ചില സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ സെർവർ ഡൗൺ ആവും ബാങ്കിന്റെ, അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ വരും. ഇത്തരം സാഹചര്യങ്ങളിൽ ബാലൻസ് 500 എന്നല്ല, മാക്സിമം 500 രൂപീസ് വരെ നമുക്ക് NFC വെച്ചിട്ട്, നിയർ ഫീൽഡ് കോണ്ടാക്ട് സർവീസ് ഉള്ള ഫോണുകളിലാണെങ്കിൽ, ജസ്റ്റ് ടാപ്പ് ആൻഡ് പേ ചെയ്യുന്ന പരിപാടികളൊക്കെ അറിയായിരിക്കുമല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മാക്സിമം 500, ആദ്യം ഇത് തുടങ്ങുമ്പോൾ 200 ആയിരുന്നു UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. 200 രൂപീസ് വരെ നമുക്ക് NFC വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് എമൗണ്ട് 500 വരെ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 500 രൂപ വരെ റേഞ്ച് ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ NFC അവൈലബിൾ ആയിട്ടുള്ള മെഷീനുകളിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈവൻ ATM പോലും നമുക്ക് അങ്ങനെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും, റേഞ്ച് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സെർവർ ഡൗൺ ആണെങ്കിൽ പോലും.
എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പെട്രോൾ അടിച്ചു, എന്നിട്ട് നമ്മൾ ജിപേ ചെയ്യാൻ നോക്കുമ്പോൾ പറയാണ് യുവർ ബാങ്ക് സെർവർ ഈസ് ബിസി പറയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പൈസ കൊടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. നമുക്കൊരു 500 രൂപയുടെ പെട്രോളാണ് നമ്മൾ അടിച്ചത്, അവിടെ NFC ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് UPI ലൈറ്റ് ഉപയോഗിച്ച് അത് പേ ചെയ്തിട്ട് സുഖമായിട്ട് ഇറങ്ങി പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് മണി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കണം. പക്ഷെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഡേഞ്ചറുമാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UPI ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലിമെന്ററി സർവീസും കൂടി NPCI കൊണ്ടുവന്നത്. അത് പ്രത്യേക ആപ്പ് പോലെ ആണോ ഷിയാദെ, അതോ നമ്മുടെ ഇതിൽ തന്നെ ഉള്ളതാണോ? അല്ല, ഗൂഗിൾ പേയിൽ നല്ല ഓൾമോസ്റ്റ് എല്ലാ UPI ആപ്പുകളുടെയും ഇന്റർഫേസിന് മുകളിൽ തന്നെ കാണാൻ പറ്റും ആക്ടിവേറ്റ് യുവർ UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുക. എന്ന് വെച്ചാൽ നമ്മൾ UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് 500 രൂപ UPI ലൈറ്റിലേക്ക് നമ്മൾ പിന്നെ മാറ്റിയിടണം. അങ്ങനെ മാറ്റിയിട്ടാൽ മാത്രമാണ് ഈ റേഞ്ച് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ 500 രൂപ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ആക്ടിവേറ്റ് യുവർ UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ UPI ലൈറ്റിലേക്ക് 500 രൂപ മാറ്റിയിട്ടു, എന്നിട്ട് നമ്മൾ ഡിവൈസ് റീസെറ്റ് ചെയ്യാനൊന്നും പോകരുത്, പൈസ പോവും. ഡിവൈസ് മാറ്റാനും പോകരുത്, പൈസ പോകും. കാരണം ഈ പണം നമ്മുടെ ഡിവൈസിൽ തന്നെ ആയിരിക്കും, ഡിവൈസിന്റെ എൻക്രിപ്റ്റഡ് കീ ആയിട്ടായിരിക്കും സൂക്ഷിക്കുക. സോ ഡിവൈസ് എന്തെങ്കിലും മാറ്റം വരുത്തിയോ മാൽ പ്രാക്ടീസിങ്ങിന് വിധേയമാക്കുകയൊക്കെ ചെയ്താൽ ആ പൈസ പോയി കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഹലോ, ചോദിച്ചോ. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. അപ്പൊ അത് ഒരുമിച്ച് ആവണോ അതോ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇല്ല, 1 by 1 ചോദിച്ചാൽ മതിയോ? അല്ല, അത് 1 by 1 ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. അതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഈ പ്രത്യേകിച്ച് ഓൺലൈൻ കൂടെ ആവുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് ചോദിച്ചോളൂ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനുള്ളത്, പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ മുന്നേ പേ ചെയ്ത സാധനങ്ങളൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേ ചെയ്ത ഡീറ്റെയിൽസ് മാത്രമാണോ കാണുക, അതോ അതിന് മുന്നേ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേ ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ, നമ്മളല്ലാതെ ഡയറക്റ്റ് KCBയിൽ കൊണ്ട് അടച്ചൊന്നും വരില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ പിന്നെ അടുത്തൊരു ക്വയറി എന്ന് പറയുന്നത്, നമ്മളെ ഈ പേയ്മെന്റ് സ്പ്ലിറ്റ് ചെയ്യണ കാര്യം പറഞ്ഞല്ലോ. പേയ്മെന്റ് സ്പ്ലിറ്റ് ചെയ്യണ കാര്യത്തിൽ നമ്മളിത് ഓൾറെഡി ബില്ല് പേ ചെയ്തതിന് ശേഷമാണോ, എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ 1000 ഷോപ്പിൽ പേ ചെയ്തതിന് ശേഷം തീരുമാനിക്കാം. ഞാൻ ഇപ്പൊ ആഷിക്കാണ് എന്റെ ബില്ല് സെറ്റിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്യുന്നതിന് മുമ്പ് തരണോ പേ ചെയ്തിട്ട് തരണോ എന്നുള്ളത് ആഷിക്കിന്റെ ചോയ്സ് ആണല്ലോ. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്നാ ആഷിക്കിനാണ് ഗൂഗിൾ പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങളെല്ലാരും ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേര് തന്നാലാണല്ലോ പേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പേ ചെയ്തിട്ട് തന്നാ മതി എന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ നമ്മളെ ഈ ഗൂഗിൾ പേ വഴി നമ്മൾ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത, അതായത് ബാങ്ക് അക്കൗണ്ട് വഴി ഇത് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഗൂഗിൾ പേ ഉപയോഗിച്ച് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതാണെങ്കിൽ അത് ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ചെയ്ത നോ, അത് ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പ് തന്നെ ഉപയോഗിക്കണം. പാസ്ബുക്ക് കിട്ടുന്ന ആപ്പ് തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോ SBI ആണെങ്കിൽ യോനോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ അത്തരം ആപ്പുകൾ ഉപയോഗിച്ചാലാണ് അത് കാണാൻ പറ്റുക. അല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ അത് അവൈലബിൾ ആവില്ല. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യന്, പിന്നെ നമ്മളിപ്പോ ഈ ട്രാൻസാക്ഷന്റെ ഫിൽട്ടറിംഗ് സംവിധാനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഫിൽട്ടറിംഗ് പേയ്മെന്റ് മെത്തേഡ്സ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് അവരൊരു ഫിൽട്ടർ തരുന്നുണ്ട്. അപ്പൊ ഈ ഫിൽട്ടറിൽ നമുക്ക് എന്താണ് പ്ലസും ക്രെഡിറ്റ്സും ഡെബിറ്റും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോ മാസത്തെയും കണക്കുകള് അവര് അതിൽ കാണിച്ചിരിക്കുന്നതും നമ്മള് മാനുവലി ആ കണക്ക് കൂട്ടുന്ന സമയത്ത് അത് രണ്ടും സിങ്ക് ആയി വരുന്നില്ല. അപ്പൊ ഇത് എന്താണ് അതിന്റെ ഒരു ലോജിക്ക് എന്താന്നുള്ളത് അറിയാനായിട്ട്. അതായത് നമ്മള്
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ സെപ്റ്റംബർ മാസം 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പിൻവലിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. ഓക്കെ, അപ്പോൾ 900 രൂപയാണ്, അതെ സോറി 1000 രൂപ പിൻവലിച്ചു, 1600 രൂപ ഗവൺമെന്റിന്റെ പെൻഷൻ ക്രെഡിറ്റ് ആയി. അപ്പോ പ്ലസ് 600 ആണ് അവിടെ. എന്തുകൊണ്ടാണ്? 1600 വന്നപ്പോ 1000 പോയി, അപ്പോ പ്ലസ് 600. നേരെ മറിച്ച് 1600 ചെലവഴിച്ചു 1000 വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മൈനസ് 600. അപ്പൊ അതാണല്ലേ നമുക്ക് അത് അങ്ങനെയാണ് അതിന്റെ കണക്കല്ലേ? യെസ്. ഓക്കെ, എന്തായാലും താങ്ക് യു. ഈ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. കേക്കാവോ? ഒരു സംശയമില്ല, ഈ നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റ് അതിനകത്ത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. സിയാർ 4 ഓപ്ഷൻസ് പറഞ്ഞു, അതിനകത്ത് 2 എനിക്ക് മനസ്സിലായില്ല. അതായത് പെർസെന്റേജും മറ്റേ മനസ്സിലായി, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. മറ്റേ 2 അതായത് വോളണ്ടറി അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു, പിന്നെ മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഒരു കൺഫ്യൂഷൻ അത് രണ്ടും. അതായത് ഒരു സിമ്പിൾ സിനാരിയോ പറയാം. ഇപ്പോ നമ്മളൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുകയാണ്, KFBYFന്റെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നു. ഇതിന് നമ്മളൊരു സംഭാവന സ്വീകരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് 4 രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പേ എല്ലാവർക്കും ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, ഈ വോളണ്ടറി ആയിട്ട് അയക്കുക പറഞ്ഞാൽ എമൗണ്ട് അയക്കുന്ന ആൾക്ക് തീരുമാനിക്കാം, ഞാൻ ഇത്ര അയക്കണുള്ളൂ. ഇപ്പൊ 100 രൂപ എല്ലാവരും അയക്കുന്നു, ഞാൻ 150 രൂപ അയക്കുന്നു. അല്ലെങ്കിൽ 150 രൂപ എല്ലാവരും അയക്കുന്നു, ഞാൻ 100 അയക്കുന്നുള്ളൂ. അത് അയക്കുന്ന ആൾക്ക് തീരുമാനിക്കാം. ഇനി രണ്ടാമത്തത് മാനുവലി നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 1000 രൂപ ടോട്ടൽ എമൗണ്ട് വന്നു, 5 പേരുണ്ട്, ഈക്വൽ ആയിട്ടാണ്. പക്ഷെ നമുക്ക് ഈക്വൽ കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 200 ടൈപ്പ് ചെയ്ത് അയക്കേണ്ടി വരും. ഓരോ ഫീൽഡിലും നമ്മൾ 200 ടൈപ്പ് ചെയ്യണം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ഫീൽഡിലും 200 ഓട്ടോമാറ്റിക്കലി അവിടെ വരും. റിക്വസ്റ്റ് ഒറ്റയടിക്ക് അയക്കാൻ പറ്റും, നമ്മൾ ടൈപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട. യെസ്, എത്ര പേരുണ്ടോ അവർക്ക് ഓട്ടോമാറ്റിക് ആ റിക്വസ്റ്റ് പോകും. ഒരാൾ അയക്കേണ്ടത് ഇത്ര എന്ന് ഗൂഗിൾ പേ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വിത്ത് ഡെസിമൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പൊക്കോളും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ, ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഞാൻ സുമേഷാണ്. അപ്പോ ഇതില് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സമയത്ത് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആവുന്ന സമയത്ത് ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും സ്കാൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? തീർച്ചയായിട്ടും പറ്റുമല്ലോ. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ വൈബ്രേഷൻ ഉണ്ടാവും, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ സുമേഷ് ഏട്ടന്റെ QR കോഡ് ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവും. ആ ആളുടെ ഡീറ്റെയിൽസ് വരും അവിടെ. നമ്മളത് ജസ്റ്റ് ക്യാമറ അതിൽ നേരെ പിടിച്ചാൽ മാത്രം മതിയോ? പിടിക്കണമെന്നില്ല, ചുമ്മാ ഒന്ന് കാണിച്ചാൽ തന്നെ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, ഓട്ടോ ഫോക്കസ് ഒക്കെ ഉള്ള ക്യാമറ ആണെങ്കിൽ വിത്തിൻ 1 സെക്കൻഡ് അത് സ്കാൻ ആവും. ഓട്ടോമാറ്റിക്കലി അവരുടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. സ്വൈപ്പ് ചെയ്ത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവരുടെ പേര്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ കാണാം. ശരി. അത് എപ്പോഴും നമുക്ക് ഉപകാരം വരുന്നത് ഇപ്പോൾ ഊബർ ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരക്ക് പിടിച്ച റെയിൽവേയിലൊക്കെയാണെങ്കിൽ പാർക്കിംഗ് പോലെ സൗകര്യം ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ UPI ID ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണത്. QR കോഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പേ ചെയ്യുക, ഇറങ്ങി പോവുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഈ സ്കാനിങ്ങിന്റെ കേസിൽ പറയുമ്പോഴേ നമുക്ക് ഈ സ്കാനർ സ്കാൻ ചെയ്തിട്ട് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്ക് അവിടെ പേയ്മെന്റ് ഫീൽഡോ അല്ലെങ്കിൽ ഒന്നും ടെക്സ്റ്റ് ബോക്സ് ഒന്നും ഉള്ളതായിട്ട് പിന്നെ അറിയാൻ പറ്റണില്ല. അത് ഡിവൈസ് സ്പെസിഫിക് ആണോ അതോ സ്ക്രീൻ റീഡറിന്റെ? അത് ഡിവൈസ് സ്പെസിഫിക് ആയിരിക്കാം. കാരണം അങ്ങനെ പറയാൻ കാര്യം, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷന്റെ ഒരു 95% QR കോഡ് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സ്കാൻ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എഡിറ്റ് ഫീൽഡ് അവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല്, നമ്മുടെ സൈറ്റഡ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ റീഡർ ഓഫ് ചെയ്തതിന് ശേഷം എന്താണ് അവരെ കയ്യിൽ കൊടുത്തിട്ട് എമൗണ്ട് അടിച്ചിട്ട്
നോ നോ യു നോ പി അതിന്റെ ഐ ആവശ്യമില്ല. പിൻ ആക്ച്വലി വരെ അത് ഡിവൈസ് സ്പെസിഫിക് ആയിരിക്കണം. പിൻ വരെ മാത്രമല്ല ഇതിലേ ഈ എത്തിച്ചേരാൻ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ ടോട്ടൽ ബ്ലൈൻഡിനെ പോലെ യാതൊരു പ്രയാസമില്ല. സിയാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരിസരത്ത് കൂടി ഒന്ന് പോയാൽ മതി ക്യാമറ. യെസ് സർ. ഒരു തരത്തിലും ജസ്റ്റ് ഫോക്കസ് ക്യാമറ ഒന്നും അത്യാവശ്യം ചെയ്യണ്ട. നല്ല ക്വാളിറ്റി ആ ഉണ്ടാവണം എന്ന് മാത്രം. പരിസരത്ത് കൂടി ഒന്ന് പോയാൽ നമ്മൾ ചുമ്മാ എടുത്തൊന്ന് കാണിച്ചാലും മതി, അത് ഫോക്കസ് വന്നോളൂ. എനിക്ക് ഏതായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലി ഉണ്ടായിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരു 100 ട്രാൻസാക്ഷൻ നടത്തിയാൽ ഒരു 95 എണ്ണവും ഞാൻ QR കോഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഹലോ, ഓഡിയബിൾ ആണോ? യെസ് യെസ് കേൾക്കാം. ഓഡിബിൾ ആണ്. പറഞ്ഞോളൂ. ഓക്കെ. ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, അത് അതായത് നമ്മളിപ്പോ ഒരാൾക്ക് പേയ്മെന്റ് അയച്ചിട്ട് അപ്പൊ തന്നെ ഇല്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. എക്സാക്ട്ലി അത് ഞാൻ ഡെമോ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ, സോറി. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്യാം. 9:03 p.m. Home. Pay. ഞാൻ GPay ഓപ്പൺ ചെയ്യുന്നു. UPI on. Back button. ഓക്കെ, ഞാനിതില് ആർക്കോ എന്നോ എപ്പോഴും അയച്ചൊരു എമൗണ്ട് ഒരു ഹിസ്റ്ററി എടുക്കുകയാണ്. അതായത് സാധാരണ ഞാൻ ഒരാൾക്ക് ഒരു മാസം മുമ്പ് അയച്ച സ്ക്രീൻഷോട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആർക്കാണോ അയച്ച ആളുടെ പേര് നമ്മൾ എടുക്കുക. ജസ്റ്റ് ഞാനിവിടെ ഓക്കെ, ഈ പേഴ്സൺ ഞാൻ ഇദ്ദേഹത്തിന് അയച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. Payment to 150 paid September. Payment to 1000 paid April 14th, 2023 button. 2023 ഏപ്രിൽ 14 പേ ചെയ്തതാണ്. ഓക്കെ, ഈ എമൗണ്ട് നമ്മൾ കാണാമല്ലോ, ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. അപ്പോ പേയ്മെന്റ്, ട്രാൻസാക്ഷൻ ID, ട്രാൻസാക്ഷൻ അത് ഇത് കുറെ ഡീറ്റെയിൽസ് കാണാം. ഇനി ഇവിടെ നമുക്ക് ഷെയർ സ്ക്രീൻഷോട്ട് കിട്ടും. Dismiss button. Dismiss button. Back. Show menu. Payments may take up to that share button. ഓക്കെ, ഏകദേശം നമ്മുടെ ഹോം ബട്ടന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണാം. Share button. ഓക്കെ, ഈ ഷെയർ ബട്ടൺ കൊടുത്താൽ സാധാരണ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇന്റർഫേസ് ആണ്. വാട്സാപ്പോ എങ്ങോട്ടാണോ അങ്ങോട്ട് ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് രൂപത്തിൽ ഷെയർ ആവും. ഈവൻ നമ്മുടെ സ്ക്രീൻ ഡിം ആണെങ്കിൽ പോലും നമുക്ക് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ജസ്റ്റർ വെച്ചിട്ടൊന്നും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം റൈറ്റ് ബോട്ടം കോർണറിൽ ഹോം ബട്ടന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഷെയർ ബട്ടന്റെ പൊസിഷൻ വരുന്നത്. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും പേടിഎമ്മിലും ഫോൺ പേയിലും ഇത് മാറാറുണ്ട്. പക്ഷെ ഗൂഗിൾ പേയിൽ ഫോർച്ചുനേറ്റ്ലി ആ പൊസിഷൻ അങ്ങനെ മാറാറില്ല. അതിന് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. സോറി, ഓക്കെ. ഇനി ആർക്കെങ്കിലും ഇല്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടോ? ഓഡിബിൾ ആണ്. പറഞ്ഞോളൂ. സർ വോയിസ് ഫീബിൾ ആണ്. ഓഡിയബിൾ ആണോ? അതെ അതെ. പിന്നെ ഒരാൾ ചോദിക്കണേ. രണ്ടുപേരുണ്ട് ഇപ്പൊ. മാഷ് ചോദിച്ചോളൂ. പിന്നെ നമുക്ക് നമ്മൾ ഈ കറണ്ട് ബില്ല് അടക്കുമ്പോഴേ നമ്മൾ ഒരു കൺസ്യൂമർ നമ്പർ അടിക്കുമല്ലോ. അപ്പൊ ഒരു കൺസ്യൂമർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കൺസ്യൂമർ നമ്പർ അടിക്കണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അൺലിങ്ക് ചെയ്യണം സാർ. അൺലിങ്ക് ചെയ്യണം അല്ലേ? അൺലിങ്ക് ചെയ്താൽ നമുക്ക് രണ്ട് കൺസ്യൂമർ നമ്പർ ഒരു കൺസ്യൂമർ നമ്പർ അടിച്ചാലും മറ്റേ വേറൊന്നും അടിച്ചാൽ അത് മുകളിൽ ഉണ്ടാവുമോ? ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ മുമ്പ് നമ്മൾ പേ ചെയ്ത ചാറ്റിനെ ലോങ് പ്രസ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് ഹൈഡ് ചെയ്തിടുക. ഹൈഡ് ചെയ്തിട്ടിട്ട് നമുക്ക് പുതിയ കൺസ്യൂമർ നമ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിപ്പോ നമ്മൾ ആദ്യമായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജിയോ, ഒരാൾക്ക് 2 ജിയോ നമ്പർ ഉണ്ട്. ഒരു നമ്പർ നമ്മൾ ആദ്യം റീചാർജ് ചെയ്തു, രണ്ടാമത്തെ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് തന്നെ കാണിക്കും.
ഓക്കെ. അവിടെ ലിങ്ക് ന്യൂ അക്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതിനെ ഹൈഡ് ചെയ്യണം, ലോങ് പ്രസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഹൈഡ് പിന്നെ ചെയ്താലാണ് ഐഡി ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് മറ്റേ നമ്പർ തന്നെ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷോ ചെയ്യാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ അവിടെ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ചെയ്ത രണ്ട് കൺസ്യൂമർ നമ്പർ അവിടെ കാണാം. ഏതാണോ വേണ്ടത് അത് ഡബിൾ ടാപ്പ് ചെയ്യാം. ശരി. അപ്പൊ ഐഡി ചെയ്തിടാൻ എന്താ ചെയ്യാ? ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാ. ലോങ് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് മൂഡ് എന്താണ് ഐറ്റം മൂഡ് മറ്റെന്തോ ഒരു ഡയലോഗ് പറയും. ശരി. ഓക്കെ ഓക്കെ. താങ്ക് യു. അടുത്ത പെട്ടെന്ന് ചോദിച്ചോളൂ. പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നിങ്ങളിപ്പോ വീടൊന്ന് മാറി ഇപ്പം ഇതാണ് ഫോൺ പേയിലാണ് ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി മാറുമ്പോ എനിക്ക് ഗൂഗിൾ പേയിലേക്ക് മാറ്റണമെന്നുണ്ട്. അപ്പൊ പുതിയ നമ്പറൊക്കെ ആയിരിക്കുമല്ലോ കൺസ്യൂമർ നമ്പർ. ഈ നമ്മള് പഴയ വീട്ടിലെ താമസിക്കുന്നത് ഈ ഫോൺ പേയിലെ കൺസ്യൂമർ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണോ? അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പം അവരായിരിക്കുമല്ലോ അടയ്ക്കുന്നത് ഈ ഫോൺ പേയില്? അതിന് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ഇല്ല, നമ്മളല്ലല്ലോ പൈസ അടയ്ക്കുന്നത്. ലിങ്ക് ചെയ്തല്ലോ ഓൾറെഡി. നമ്മള് ലിങ്ക് ചെയ്തല്ലോ. അല്ല, ഇത് ആക്ച്വലി ഇത് അതുമായിട്ട് KSEB ആയിട്ട് ഇത് ബന്ധമില്ല. KSEB ആയിട്ട് ഒരു ബന്ധവും ഇതിനില്ല. ഇത് ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ എന്തെങ്കിലും ബില്ല് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ, സെർച്ച് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലാതെ നമ്മൾ ഇത് ലിങ്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് പുതിയ ആൾക്കാർ വന്നാൽ അവർക്ക് പേ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. കാരണം നമ്മുടെ അക്കൗണ്ടും നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടും KSEB ആയിട്ട് ഒരു ബന്ധമില്ല. ഒരാൾ ഓക്കെ കേൾക്കാം. ഷെയർ എമൗണ്ട് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നോർമൽ യൂസർക്ക് പറ്റില്ല സാർ. അത് ഗൂഗിൾ പേ ബിസിനസ് ഉള്ളവർക്കാണ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് QR കോഡ് ഷെയർ ചെയ്യാൻ പറ്റുക. ഹലോ, വോയിസ് ഫീബിൾ ആണ്. നോട്ട് കൊടുക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ. ഇല്ലില്ല, നോട്ടൊന്നും നമുക്ക് QR കോഡിൽ കൊടുക്കാൻ പറ്റില്ല. QR കോഡ് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ നോട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത ആള് ചോദിച്ചോളൂ. അടുത്ത ആള്. ഹലോ, ചോദിച്ചോളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഗൂഗിൾ പേ ഫോണിൽ ഗൂഗിൾ പേ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യം ഈ നമ്പറിൽ, എന്റെ നമ്പറിൽ. അപ്പം അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അറിയണം. ഗൂഗിൾ പേ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ സ്പീഡില്. അതായത് നമ്മൾ UPI എക്സിസ്റ്റിംഗ് UPI യൂസർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് UPI സർവീസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, ATM കാർഡ് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ATM വെച്ചിട്ട് UPI തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ATMന്റെ 16 അക്ക നമ്പറിന്റെ അവസാനത്തെ 6 അക്ക നമ്പർ വേണം. CVV കോഡ് ചിലപ്പോൾ ചോദിക്കും, അതൊക്കെ കാർഡിൽ ഉണ്ടാവും. ഓക്കെ, അതെല്ലാം കൊടുക്കുക. അത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്താൽ മനസ്സിലാക്കാന്നുള്ളൂ. അക്കൗണ്ട് നമ്പറും നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം നമ്മൾ ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്യാൻ പറയും. നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ID കൊടുക്കുക. ശേഷം ഫോൺ നമ്പർ, ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ വെരിഫൈ ചെയ്യുക. ബാങ്കിന്റെ ഒരു SMS കൃത്യമായിട്ട് പോകാനും വരാനുള്ള പ്ലാൻ ഉണ്ടാവണം. അതിനുശേഷം SMS വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്കൊരു സീക്രട്ട് പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഈ പിന്ന് ഉണ്ടാവണം. ഈ പിന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരോട്ട് ഷെയർ ചെയ്യാനും പാടില്ല. ഈ പിന്ന് ടൈപ്പ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. UPI അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അപ്പൊ ഈ ATM കാർഡ് ഇല്ലെങ്കിലും തുടങ്ങാൻ പറ്റത്തില്ല അത്?
നമ്മുടെ ATM കാർഡ് ഇല്ലാത്ത ഒരു യൂസർക്ക് UPI ID തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്റെ അറിവിൽ എന്തായാലും പറ്റില്ല. കാരണം ഒന്നെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് വേണം. നെറ്റ് ബാങ്കിങ് ബാങ്കിൽ നിന്ന് അലൗഡ് ചെയ്തിരിക്കണം. ATM കാർഡാണ് UPIയുടെ ബേസ് ആയിട്ട് നമുക്ക് സാധാരണ നിലയിൽ ഉപയോഗിക്കാറ്. അതിന്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ATM കാർഡ് ഇല്ലാത്തവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് ചോദിച്ചോളൂ. ഞാൻ റിജേഷ് ആണ്, കണ്ണൂരിന്ന്. ഈ നമുക്ക് LPG അതായത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ഈ ഗൂഗിൾ പേന്ന് പറ്റുമോ? അത് പറഞ്ഞിരുന്നു, അത് എനിക്ക് കുറച്ച് മിസ്സായിപ്പോയി ഈ ക്ലാസ്, അതുകൊണ്ട് ചോദിക്കാണ്. അപ്പൊ അതായത് അതുപോലെ നമ്മൾക്ക് KBTV, കേരള വിഷൻ ഇതിന്റെ ഒക്കെ പൈസ അടക്കണ ഗൂഗിൾ പേ വഴി പറ്റുമോ? അതെങ്ങനെയാണ് നോക്കിയിട്ട് അതിൽ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് പറയോ, ചുരുക്കി ഒന്ന് പറഞ്ഞു തരുമോ? അതായത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് പോകുമ്പോൾ അവിടെ ബിൽസ് ആൻഡ് റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടുന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സജഷൻ ഉണ്ടാവും, മൊബൈൽ റീചാർജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇപ്പൊ കേബിൾ ആണ് പേ ചെയ്യണമെങ്കിൽ cable/DTH എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് എടുത്തിട്ട് നമ്മുടെ പ്രൊവൈഡറിന്റെ പേര് നമ്മൾ നോക്കിയെടുക്കുക. ഇപ്പൊ ഏഷ്യാനെറ്റ്, കേരള വിഷൻ അത് ഇതെന്നൊക്കെ കുറെ ഉണ്ടല്ലോ. ഏതാണോ നമ്മുടെ പ്രൊവൈഡർ ഒന്നെങ്കിൽ സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കണ്ടെത്തുക. അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത ശേഷം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ID നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ഈ നേരത്തെ KCBയുടെ കാര്യം പറഞ്ഞ പോലെ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് LPG ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. LPG അവിടെ LPG ഗ്യാസ് സിലിണ്ടർ ബുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ പ്രൊവൈഡർ സെലക്ട് ചെയ്യുക. BPCL ആണോ HP ആണോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ സബ്സ്ക്രൈബർ ID അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ID, കൺസ്യൂമർ ID അത് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സെർച്ച് കൊടുക്കുന്ന സമയത്ത് ബാക്കി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വരും. തുടർന്ന് നമുക്ക് പേ ചെയ്ത് ഗ്യാസ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു OTP ലഭിക്കും. ആ OTP ഏജന്റ് ഡെലിവറി ബോയ് വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ലല്ലോ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഉണ്ടോ? ചോദിക്കാതെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന്, നമുക്ക് ഒരുപാട് ടൈമായി, അതുകൊണ്ടാണ്. ഇല്ലെന്ന് തോന്നുന്നു സിയാദ. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമുക്ക് സിയാദ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഏതെങ്കിലും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടൈം ഒരുപാടായി. ടൈം ആയല്ലോ. പിന്നെ ഇനിയിപ്പോ ഉള്ളത് ആകെ ഫോൺ പേയിലെ ഒരു ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ജസ്റ്റ് ഒന്നുമില്ല. ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മുടെ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചത്. വെഹിക്കിൾ നമ്പർ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പോളിസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ കറന്റ്ലി ഇൻഷുറൻസ് എന്തെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അതും കാണാം. ഇനി ആക്റ്റീവ് അല്ല, നമ്മൾ പേ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ജസ്റ്റ് നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ KL നമ്പർ കൊടുത്ത് അവിടെ മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കും. അത് ഗൂഗിൾ പേയിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല, ഫോൺ പേയിലാണ് കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അപ്പൊ ഇനി മറ്റു ഡൗട്ട്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ, എല്ലാം നമ്പർ ബേസ് ചെയ്തിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മതിയാവും. തീർച്ചയായിട്ടും. താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഒരു മിനിറ്റ്. ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ കൂപ്പൺ കോഡ്സ് കിട്ടാറുണ്ട്, ഈ ഓഡിയോ ബുക്സിന്റെ മറ്റും. അപ്പോൾ ഈ കൂപ്പൺ കോഡ് കിട്ടുന്ന സമയത്ത് പലപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കാണിക്കാറുണ്ട്. കാരണം എന്തോ റുപ്പയ്യ കാർഡാണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കാന്നൊന്ന് പറഞ്ഞുതരുമോ? അത് പലപ്പോഴും നമുക്ക് ഓഡിബിൾ, ആമസോണിന്റെ സർവീസ് ആണ് ഓഡിബിളിന്റെ ആയിരിക്കും കൂടുതൽ കിട്ടുക. പക്ഷേ ഈ ഓഡിബിൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ റുപേ കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഇല്ല അതിന്. ഇപ്പോൾ റുപേ കാർഡ് ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ആ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഓഡിബിളിന്റെ കോഡുകളൊന്നും. മാസ്റ്റർ കാർഡോ വിസ കാർഡോ ഒക്കെ ഉള്ള ഹോൾഡർ യൂസർ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. റുപേ കാർഡിന് ഇന്ത്യ മാർക്കറ്റ് മാത്രമാണ് അക്സെപ്റ്റൻസ് ഉള്ളൂ. പക്ഷെ ഓഡിബിൾ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്ലാറ്റ്ഫോമാണ്.
ഓഡിബിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ചില കോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ കോഡാണെങ്കിൽ നമുക്ക് കിട്ടുന്നെങ്കിൽ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സിയാദെ? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരുടെ ഡൗട്ട് നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ചടങ്ങിന് നന്ദി അറിയിക്കാൻ ആരുള്ള? അഫ്സലുണ്ടോ? ലൈനിലുണ്ടോ? അഫ്സലോ സുജിത്തോ ആരെങ്കിലുണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭാരവാഹികൾ ആരെങ്കിലും? ആ, ആരാണ്? കേൾക്കുന്നുണ്ടോ? അഫ്സലാണോ? അഫ്സലാണ്. ആ, എന്നാ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സെഷന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ അഫ്സലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. KFP യൂത്ത് ഫോറത്തിന്റെ ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കൂടുതലും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സിയാദ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന് ക്ലാസ് ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സതീശൻ സാറിന്, അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി സിയാദിന്, അതുപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെഷൻ ഇതോടുകൂടി അവസാനിച്ചായിട്ട് അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു.